മലയാളത്തിലെ മുതിർന്ന എഴുത്തുകാരനും എഴുത്തച്ഛൻ പുരസ്കാര ജേതാവുമാണ് ശ്രീ സക്കറിയ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയ സക്കറിയ കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗവുമാണ്. ജനപ്രിയമായ നിരവധി കൃതികളുടെ രചയിതാവാണ് ശ്രീ VS അജിത്. രണ്ടുപേരെയും ഈ സംഭാഷണത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സക്കറിയ സാറിനും കേൾക്കാനും കാണാനും എത്തിയിട്ടുള്ള എല്ലാ സാഹിത്യ അനുരാഗികൾക്കും നമസ്കാരം, സ്വാഗതം. സക്കറിയ സാറിനെ കുറിച്ച് എന്തെങ്കിലും വിശേഷണം പരിചയപ്പെടുത്തൽ ബയോഡേറ്റയുടെ ആവശ്യമില്ല. സാധാരണ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ പറയുന്ന പതിവുണ്ട്. ആ പതിവ് ഇവിടെ എന്തായാലും ഇല്ല. സാറിന്റെ കാര്യത്തിൽ അത് ആവശ്യമില്ല എന്ന് ഉറപ്പ് തന്നെ ആയതുകൊണ്ട് 60 വർഷത്തിൽ ഏറെയായി മലയാള സാഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, മലയാള സാഹിത്യത്തിലെ നിരവധി ദശാസന്ധികളിലൂടെ കടന്നുപോയിട്ടുള്ള റിയലിസം, മോഡേണിറ്റി, പോസ്റ്റ് മോഡേണിസം, അങ്ങനെ ഇപ്പോൾ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയപ്പെടുന്ന കാലത്ത് അതിന്റെ എല്ലാ ഭാവുകത്വത്തിനനുസരിച്ച് എപ്പോഴും പുതുമയുള്ള പുതുക്കിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരനായിട്ടുള്ള, കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ അവാർഡായിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം ഉൾപ്പെടെ ധാരാളം അവാർഡുകൾ സ്വീകരിച്ചിട്ടുള്ള സക്കറിയ സാറിന് അതിൽ കൂടുതൽ എന്തെങ്കിലും വിശേഷണം പറയാതെ തന്നെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തു. ഞാൻ ചില ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദെയർ ഇൻ എ നെയിം എന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ റോസാപ്പൂവിനെ ഏത് പേരിട്ട് വിളിച്ചാലും അതിന്റെ സുഗന്ധം ഒന്ന് തന്നെ ആയിരിക്കുമെന്നാണ് ഷേക്സ്പിയർ സൂചിപ്പിച്ചത്. എന്നാൽ അത് റോസാപ്പൂവിന്റെ കാലത്താണ്. ഇന്ന് വേറെ ഒരുപാട് പൂക്കൾ, അവിടെ വേറെ ചില പൂക്കളുടെ കാലമാണ്. ഇന്ന് പേരിൽ ഒരുപാട് കാര്യമുണ്ട്. പേരിൽ എന്തിരിക്കുന്നു എന്നല്ല, പേരിലാണ് എല്ലാം ഇരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2001 സക്കറിയ സാർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഇതാണ് എൻ്റെ പേര്. ആ നോവലിന്റെ പേര് തന്നെ ഇതാണ് എൻ്റെ പേര് എന്നാണ്. അത് സമർപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ BR അംബേദ്കർക്കാണ്. അപ്പൊ അത് നിങ്ങൾ വായിച്ചിരിക്കും. അതിലൊരു ഘാതകനുണ്ട്. ആ ഘാതകന്റെ കഥയാണ്. വളരെ പേപ്പറിന്റെ എണ്ണം കൊണ്ട് വളരെ ചെറിയ 50 പേജുള്ള, പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന ഒരു കൃതിയാണ്. അതിൽ ആ ഘാതകൻ പറയുന്ന ചില വാക്യങ്ങളുണ്ട്. അഖണ്ഡ ഭാരതത്തിന് വേണ്ടിയുള്ള കർമ്മമാണ് ഞാൻ ചെയ്യുന്നത്. ഏതെങ്കിലും രാഷ്ട്രത്തിന്റെ പിതാവാണ് എങ്കിൽ അയാൾ ജീവനോടെ മുറിച്ചെറിഞ്ഞ തുണ്ട് രാജ്യത്തിൻ്റെതാണെന്ന് ഘാതകൻ അയാൾ കൊല ചെയ്ത ആളെ കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് വ്യസനമില്ല, എനിക്കും വരുമൊരു ദിവസം എന്ന് ഘാതകൻ പറയുന്നുണ്ട്. നോവൽ അവസാനിക്കാൻ നേരത്ത് ഘാതകന്റെ പേര് എന്താണ്, ഇതാണ് എൻ്റെ പേരെന്നാണല്ലോ പുസ്തകത്തിന്റെ പേര്. ഘാതകൻ പറയുന്നത്, എൻ്റെ പേര് മോഹൻദാസ്, വൃദ്ധന് ഇനി പേരില്ല, ഇതാണ് എൻ്റെ പേര്. അപ്പോൾ ഈ 2001 എഴുതിയ ഈ കൃതി 13 വർഷം കഴിഞ്ഞപ്പോൾ, അതിപ്പോൾ 13 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ, ഇപ്പൊ നമ്മൾ ഇന്നത്തേക്ക് 23 വർഷമായി, അതിന്റെ ഈ പറഞ്ഞ എല്ലാം തന്നെ എനിക്ക് വരുമൊരു ദിവസം എന്ന് ഉൾപ്പെടെയുള്ള എല്ലാ പ്രവചനങ്ങളും സത്യമായി തീർന്നു. അപ്പൊ അതിനെക്കുറിച്ച് സാർ നമ്മുടെ പ്രവചനം ഒന്നുമല്ല. ഞാൻ ഗോഡ്സെ എന്ന മനുഷ്യനെ, ഞാൻ ഗോഡ്സെയുടെ ചരിത്രം നല്ലപോലെ എൻ്റെ സ്വന്തം ആവശ്യത്തിലേക്ക്, ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രമാണല്ലോ അത്. ഗാന്ധിജിയെ ഒരു സുപ്രഭാതത്തിൽ, ഒരു വൈകുന്നേരം, സുപ്രഭാതമല്ല, ഒരു സായം സന്ധ്യയ്ക്ക് വധിച്ച ആ മനുഷ്യൻ ആരാണെന്ന് അറിഞ്ഞിരിക്കണമല്ലോ എന്ന് എഴുതി ഞാൻ കുറേ പുസ്തകങ്ങൾ ഗോഡ്സെയെ പറ്റിയും കൂട്ടുകൊലയാളികളെ പറ്റി എഴുതി കുറേ ഒന്നാമത് പുസ്തകങ്ങളുണ്ട്. അന്നത്തെ ജഡ്ജി, അദ്ദേഹത്തിൻ്റെ പേര് ഖന്ന എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ.
ഇവരെ വിചാരണ ചെയ്ത് ജഡ്ജി എഴുതിയ പുസ്തകം അടക്കം വായിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ചരിത്രത്തിലെ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് എന്നൊക്കെ പറയാവുന്ന ഒരു സ്വാതന്ത്ര്യം കിട്ടിയത് ഒരു നാഴികക്കല്ലാണെങ്കിൽ ഗാന്ധിജിയുടെ വധവും ഒരു നാഴികക്കല്ലായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ഒരു അടിക്കുറിപ്പായിരുന്നു ഗാന്ധിജിയുടെ വധം. നിങ്ങൾ സ്വാതന്ത്ര്യം കിട്ടി എന്ന് കരുതുന്ന ആ ഇന്ത്യ അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇന്ത്യ എന്നുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ഗാന്ധിജിയുടെ വധം. അത് നെഹ്റുവിനും കൂട്ടർക്കൊന്നും അങ്ങനെ ആ രീതിയിൽ അല്ലെ പട്ടേലിനൊന്നും അങ്ങനെ മനസ്സിലായിട്ടുണ്ടോ എന്നൊന്നും, അതൊക്കെ അവരൊക്കെ വലിയ ആളുകളാണ്. നമ്മൾ അവരുടെ ഒന്നും മനസ്സിലേക്ക് കടന്നു ചിന്തിക്കാൻ മാത്രമൊന്നും ഉള്ള ശേഷി എനിക്കില്ല, നമുക്ക് ആർക്കും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഗോഡ്സെയെ പറ്റി നമുക്ക് ചിന്തിക്കാൻ ഒരു വഴി കിട്ടുന്ന എവിടെയാ? ഗോഡ്സെ ഒരു സ്വന്തം കഥ പറഞ്ഞിട്ടുണ്ട്. അതിൽ എത്രമാത്രം ഗോഡ്സെ അത് കോടതിക്ക് മുമ്പാകെ നൽകിയത് അത് നമ്മളൊക്കെ വായിച്ചിരിക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ എങ്ങനെ സ്വന്തം നിലപാടുകൾ എന്തിനാണ് ഞാൻ ഗാന്ധിയെ കൊന്നത്, ഒരു സംശയവുമില്ലാതെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഏത് വിധത്തിലാണ് ഒരു മനുഷ്യന്റെ തലച്ചോറിലേക്ക് ഒരു പ്രത്യേകതരം വൈരാഗ്യം, ഉറച്ച കെട്ടുറപ്പുള്ള വൈരാഗ്യം കലർത്തി കൊടുക്കാൻ കഴിയുന്നത് എന്ന് ഇതിന്റെ അതപ്പോൾ ചരിത്രമാണത്. ഇന്ത്യ ചരിത്രത്തിന്റെ ഭാഗമാണത്. ഇന്ത്യയിൽ അങ്ങനെ ഒരു ചരിത്രത്തിൽ, ഇന്ത്യൻ ചരിത്രത്തിന്റെ ഒരു ഭാഗത്ത് ഇത്തരം മനുഷ്യർ, ഇത്തരം ആളുകൾ സൃഷ്ടിക്കപ്പെട്ടു. ഇന്ന് നാം അവരുടെ ഇടയ്ക്കാണ്. ഒരിക്കൽ നമ്മൾ ഓർത്തു അത് കുറഞ്ഞു. അത് ഇന്ന് ഒരു പക്ഷേ ഇന്ന് ഇന്ത്യ തന്നെ അവരുടെ കയ്യിലാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്രത്തിന്റെ നടുവിൽ ആലോചിച്ചപ്പോഴാണ് ഞാൻ ഓർത്ത ഗോഡ്സെയ്ക്ക്, ഞാൻ മനസ്സിലാക്കിയ ഗോഡ്സെയെ പറ്റി, ഗോഡ്സെയുടെ ഭാഗത്തു നിന്ന് ആ ഗാന്ധിയെ കൊന്നതിന്റെ ഒരു ചരിത്രം, ഒരു കഥ പറഞ്ഞാൽ എന്താണ് എന്ന് കരുതി ഞാൻ അത് എഴുതിയതാണ് ആ ഒരു പ്രത്യേക സാധനം. അതിലേക്ക് ചരിത്രമാണ് കൂടുതൽ കടന്നു വരുന്നത്. ഇന്ത്യയുടെ ചരിത്രം മാത്രമല്ല, ഇത്തരത്തിലുള്ള രക്തമൊഴുക്കുകളുടെ മുഴുവൻ ചരിത്രവും ഗോഡ്സെ അവിടെ തിരിച്ചു പറഞ്ഞു കൊണ്ടുവരുന്നുണ്ട്. അവസാനമാണ് ഗോഡ്സെ പറയുന്നത്, ഇതൊക്കെയാണ് കാര്യങ്ങൾ, നീ മുറിച്ചു കളഞ്ഞ ഇന്ത്യയുടെ ഒരു തുണ്ടാണ് എനിക്ക് ബാക്കിയുള്ളത്, ഞാൻ നിന്നെ വധിക്കുകയാണ്, ഇനി നിനക്ക് പേരില്ല. അപ്പോൾ അതുവരെ ഗോഡ്സെ തൻ്റെ പേര് പറയുന്നില്ല, ഒരിക്കലും ഒരിടത്തും പറയുന്നില്ല. ഇനി എൻ്റെ പേര് മോഹൻദാസ് എന്നാണ് എന്ന് പറഞ്ഞു. ഗാന്ധിജിയുടെ പേര് തന്നെ അപഹരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഏതോ ഒരു പോയിന്റിൽ ഗോഡ്സെ പറഞ്ഞു വരുന്നുണ്ട്, എൻ്റെ കാലം വരും, നിന്റെ കാലം ഞാൻ പിടിച്ചെടുക്കുകയാണ്, എൻ്റെ കാലം വരും. ആ കാലം വന്നു എന്ന് അജിത്ത് പറഞ്ഞ പോലെ നമ്മൾ ആ കാലത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഗോഡ്സെയെ ആരാധിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ഉണ്ടെങ്കിൽ അതൊരു ജനാധിപത്യ സ്വാതന്ത്ര്യം. അതിനെപ്പറ്റി ഒന്നും കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. അത് ഏത് കൊലപാതകയെയും ഏത് വിധത്തിലുള്ള ഒരു ആരാധിക്കാൻ ധാരാളം ആളുകളുണ്ട്. ആ ദൈവങ്ങളെ ആരാധിക്കാൻ ആളുകളുണ്ടെങ്കിലാണോ ഇതില്ല. അതുകൊണ്ട് ഇതെല്ലാം ഒരു ഹിസ്റ്റോറിക്കൽ ഇതാണ്. ആ രീതിയിൽ ഗോഡ്സെയ്ക്ക് ഒരു പുതിയ വേർഷൻ കൊടുക്കാൻ വളരെ കോംപ്ലക്സ് ആണ്. ആ പുസ്തകമൊന്നും ആരും വായിച്ചിട്ടില്ല, അതിനൊന്നും വിൽപ്പന ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു പുസ്തകം അവിടെ കിടക്കട്ടെ എന്ന് ഞാൻ കരുതി. താങ്ക് യു സർ. മാത്രമല്ല, ഇപ്പോ വിഭജന ദിനാചരണമൊക്കെ നടത്താൻ ഇപ്പോൾ ആലോചിക്കുന്ന സമയം കൂടിയാണ്. അന്ന് ഇതിന് ഒന്നുകൂടെ പ്രസക്തിയുണ്ട്. സാർ ആൾദൈവത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഈ നാഗസൈരന്ധ്രി ദേവി എന്നൊരു ആൾദൈവം സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടെ ഇരിക്കുന്ന പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു നാഗസൈരന്ധ്രി ദേവി ഇതുപോലെ തന്നെ സമീപകാലത്തുണ്ടായിട്ടുള്ള മലയാളികൾക്ക് സംഭവിച്ചിട്ടുള്ള ഏറ്റവും രസകരമായ ഒരു സംഭവമാണ് നാഗസൈരന്ധ്രി ദേവി. ഇവിടുത്തെ എല്ലാ ആൾദൈവങ്ങളെയും ഒരു പുതിയ വ്യാഖ്യാനം കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇങ്ങനെയും ആകാം ഒരാൾദൈവം. സത്യത്തിൽ അവരാൾദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും വരെ എനിക്ക് തോന്നുന്നില്ല. അവർ സോഷ്യൽ മീഡിയ ജനിപ്പിച്ച ഒരു വിശുദ്ധയാണ്. അവർക്ക് പ്രത്യേകമായ ഒരു ആത്മീയ ജാട. ഞാൻ അവരെ ധാരാളം അവരുടെ റീൽസും ഇതും ഞാൻ നോക്കാറുണ്ട്. കാരണം ഇന്ന് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ആധ്യാത്മിക ലോകം സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ വ്യതിയാനമാണ് ഇവർ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഉള്ളതിൽ എനിക്ക് ഉറപ്പായിട്ട്. കാരണം അവർക്ക് ആരാധകരുണ്ട്, അവരെ ദേവിയായും ഇതായിട്ട് കാണുന്ന ആളുകളുണ്ട്. ഇത് മലയാളികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ തരത്തിലുള്ള ഈ ആരാധന അന്ധമൊന്നും ഞാൻ പറയാം, കണ്ണു പുറത്ത് പിടിച്ചുകൊണ്ടുള്ള ആരാധന. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരെന്തും പറയും, അവർക്ക് ഒന്നും പറയാൻ ഒരു മടിയുമില്ല. ഷീ ഈസ് എ ഡെമോക്രാറ്റ്, ജനകീയ സ്ത്രീയാണ്.
നിങ്ങൾ അവരോട് ചീത്ത പറഞ്ഞാൽ അവരതിലും മോശമായ ചീത്ത അങ്ങോട്ട് തിരിച്ചു പറയും, നല്ലത് പറഞ്ഞാൽ തിരിച്ച് നല്ലത് അങ്ങോട്ട് പറയും. അപ്പം ഇത് ബുദ്ധിശക്തിയുള്ള സ്ത്രീയാണെന്നാണ് എൻ്റെ ഇത്രയും കാലത്തെ നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇത്രയേറെ ഇതുപോലെ നമുക്കറിയാവുന്ന പല ആൾദൈവങ്ങളും കേരളത്തിലും പുറത്തും എല്ലാം ഉണ്ട്. ഇവർക്ക് ഇവിടെ ഒരു സ്ഥാനമുണ്ട്. ഇവർ ഒരു പുതിയ സോഷ്യൽ മീഡിയയുടെ ആൾദൈവമാണ്. ലെറ്റർ ഗ്രോ, ലെറ്റർ ബി ദെയർ. അത് മറ്റവരോട് ടോളറൻസ് കാണിക്കുകയാണെങ്കിൽ ഇവരോട് അതിലും കൂടുതൽ ടോളറൻസ് കാണിക്കണം എന്നുള്ള അഭിപ്രായക്കാരനായ ഒന്നാമതൊരു സ്ത്രീ. താങ്ക് യു സാർ. അടുത്ത ചോദ്യം, സാറിന്റെ തേൻ എന്ന പേരിൽ കഥാസമാഹാരമുണ്ട്. അതിൽ 60 വാക്കിന്റെ സൂര്യൻ എന്നൊരു കഥയുണ്ട്. ആ കഥ ഞാൻ ഒരുപക്ഷെ ആരെങ്കിലും വായിച്ചിട്ടില്ലാത്ത ഒരാളുണ്ടാകാമെന്ന് കരുതി ഞാൻ എൻ്റെ ഒരു ചുരുക്കം പറയുകയാണെങ്കിൽ, ഒരു ചെറുപ്പക്കാരൻ, ഒരു സ്ത്രീ, അയാൾ താമസിക്കുന്ന റൂമിൽ ചില ദിവസങ്ങളിൽ രാത്രി വരുന്നു. അപ്പോൾ അപ്പുറത്ത് ഹൗസ് ഓണർ താമസിക്കുന്നുണ്ട്. 2 വൃദ്ധ ദമ്പതികളാണ്. അവർക്ക് ലൈറ്റിന്റെ ശബ്ദം കേൾപ്പിക്കാൻ പാടില്ല, ടാപ്പ് തുറക്കാൻ പാടില്ല. ഇവർക്ക് ഉറക്കവുമില്ല. ഇവർ സദാ വാച്ച് ആൻഡ് വാർഡായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഉറക്കമൊക്കെ കണക്കെടുത്ത് ഇവർ മുറിയിൽ സന്ധിക്കുമ്പോൾ ലാപ്ടോപ്പിൽ ലൈറ്റ് ഇടാൻ പറ്റത്തില്ലെങ്കിൽ ഇവർ ഉണർന്നു വരും. അതുകൊണ്ട് ലാപ്ടോപ്പിന്റെ അരണ്ട വെളിച്ചത്തിലാണ് ഇവർ സംഗമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ ഈ സ്ത്രീയെ രാത്രി മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കെ പകല് കാണാനിടയായി. പക്ഷെ മനസ്സിലായില്ല അത് വേറെ ഏതോ കാമുകയാണോ എന്ന് തെറ്റിദ്ധരിച്ചു പോയി എന്നാണ് ഞാൻ കഥ ചുരുക്കി പറഞ്ഞുകൊണ്ടാണ് അതിന്റെ യഥാർത്ഥ കഥ നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഇവിടെ പലരും പല കല്യാണം കഴിഞ്ഞ സ്ത്രീകളും അവരുടെ പരസ്പരം ഒരു ശരീരം ഇതുവരെ കണ്ടിട്ടില്ല, നേരത്തെ കണ്ടിട്ടില്ല എന്ന് കഥാകൃത്ത് നിലയിൽ എന്നോട് രഹസ്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടുകാര്, ഈ വളർത്തു ദോഷമുള്ള വീട്ടുകാര് ഇങ്ങനെ പവിത്രമായി കരുതി ഈ കന്യാത്വം സൂക്ഷിക്കുക, കന്യാദാനം മഹാദാനം എന്നൊക്കെയുള്ള പഴയ മൂല്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു സ്ത്രീയെ അവർക്ക് ഇഷ്ടമുള്ള പല പുരുഷന്മാരുമായിട്ട് മിണ്ടാൻ പോലും സമ്മതിക്കാതെ കാത്തു സൂക്ഷിച്ചു കസ്ബലനായ ഒരാളുടെ ഇവിടെ കെട്ടിച്ചു വിടുകയും, ഈ മനുഷ്യനാകട്ടെ എൻ്റെ ഈ ഭംഗി ഒരിക്കലും കണ്ടില്ലല്ലോ എന്ന് അവസാന ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ട് ലഭിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ സാർ ആ കഥയിൽ എഴുതിയ ഒരു വാക്യം ഞാൻ വായിക്കാം. ഉറക്കമില്ലാത്ത അമേരിക്കൻ മുതലാളിത്തത്തിനും കണ്ണുകൂട്ടാത്ത മലയാളി ലൈംഗിക ദേശീയതയ്ക്കുമിടയിൽ വളരെ ബുദ്ധിമുട്ടിയാണ് അവർ അനുരാഗത്തിന്റെ കുറെ ബ്രഹ്മമുഹൂർത്തങ്ങൾ തരപ്പെടുത്തി. ഇതിനെക്കുറിച്ച് സാറിന് എന്താ പറയുന്നത്? എനിക്ക് തോന്നുന്നു ഇത് ബേസിക്കലി IT-കാരുടെ ഒരു പ്രശ്നമാണിത്. കാരണം ഇവർ ഉറങ്ങേണ്ട സമയത്താണ് അമേരിക്കക്കാർ ഉണർന്നിരിക്കുന്നത്. ആ സമയത്ത് ഈ പാവങ്ങൾ ഉണർന്നിരിക്കേണ്ടി വരുന്നു ഉറക്കത്തിൻ്റെ സമയത്ത്. അപ്പോൾ ഇവർക്കൊന്ന് സന്ധിക്കണമെങ്കിൽ അതിൽ നിന്ന് അല്പം നിമിഷങ്ങൾ ഈ ഉറങ്ങാതിരിക്കേണ്ടതിൽ നിന്ന് മൂർച്ഛിച്ചെടുത്തെങ്കിലേ അവർക്ക് പലപ്പോഴും പകൽ അവർ ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രൊഫഷണൽ ഹാസാർഡാണ് എന്ന് കരുതിയാൽ മതി. എന്ന് വെച്ചുകൊണ്ട് നമുക്ക് സ്ത്രീ പുരുഷ ബന്ധം രാത്രിയിൽ മാത്രമേ പാടുള്ളൂ എന്ന് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. അങ്ങനെയൊന്നും ഇതൊക്കെ നമ്മളുടെ ചില എന്തൊക്കെയോ എവിടുന്നോ ഒക്കെ വന്ന ചില അനാവശ്യ വിശ്വാസങ്ങളാണ് ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ 2 ചെറുപ്പക്കാരെ വാസ്തവത്തിൽ ഈ കഥ ഇവർ തമ്മിൽ ഇരുട്ടിൽ മാത്രമേ കണ്ടുമുട്ടുന്നു എന്നുള്ളത് കൊണ്ട് ഇരുട്ടത്തല്ലാതെ ഇവർ തമ്മിൽ കണ്ട ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഇഷ്യൂ. ഈ പെൺകുട്ടിയെ പലയിടത്തും കാണുമ്പോൾ ഇയാൾ നോക്കുന്ന വേറെ എൻ്റെ കാമുകി എന്നെ നോക്കുന്നതാണെന്നാണ്. അങ്ങനെ ഇയാൾക്ക് തിരുത്താനുണ്ട്. അപ്പം ഇതൊരു ഇന്നത്തെ IT കുട്ടികളുടെ ചെറുപ്പക്കാരുടെ, അതും വാടകയ്ക്ക് താമസിക്കുന്നവരുടെ, കാരണം വീട്ടുടമസ്ഥൻ നിരന്തരമായിട്ട് ഇവരെന്തുമാത്രം വിദ്യുച്ഛക്തി ചെലവാക്കി, എന്തുമാത്രം വെള്ളം ചെലവാക്കി, ഇതെല്ലാം കണക്കുകൂട്ടി ഒരു അവരുടെ മേലൊരു സർവീലിയൻസ് നടത്തിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്കൂടെ ഇവരുടെ പ്രണയം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു കഥയാണ്. അത് ഇന്നത്തെ കാലത്തിൻ്റെ കഥയാണ്. പക്ഷെ വാസ്തവത്തിൽ ഇന്നിപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ നിന്നൊക്കെ മാറിപ്പോയി. കാരണം പെൺകുട്ടികൾ അവരുടെ സ്വന്തം ലിബറേഷൻ ഏതാണ്ട് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച് കഴിഞ്ഞ ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. എല്ലാ സമുദായങ്ങളിലും പറ്റി ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ സമൂഹങ്ങളിൽപ്പെട്ട പുതിയ പെൺകുട്ടികൾ അവരുടെ ലിബറേഷൻ ഉണ്ടാക്കി കഴിഞ്ഞു.
ഈ പഴയ നമ്മളിപ്പോൾ പറഞ്ഞ അജിത്തും ഞാനും ഒക്കെ പറഞ്ഞ ആ കാലഘട്ടത്തിൽ നമ്മൾ വളരെ വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അത് ഇവിടുന്ന് വന്നു, സോഷ്യൽ മീഡിയയിൽ കൂടെയാണോ ഇൻ്റർനെറ്റിൽ കൂടെയാണോ എന്നുമല്ലാതെ ഇവിടുത്തെ യാഥാസ്ഥിതികത്വത്തിന് തക്കതായ രീതിയിൽ അതിൽ തുളകൾ വീണ് കഴിഞ്ഞു. പുരുഷ മേധാവിത്വത്തിൽ തുളകൾ വീണ് കഴിഞ്ഞു. അതാണ് ഞാൻ ഈ കഴിഞ്ഞ കാലമെല്ലാം കേരളം നിരീക്ഷിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവികാസമായിട്ട് കാണുന്നത്. ഈ നമ്മളിപ്പോൾ പറഞ്ഞ നാഗസൈലന്ത്രി ദേവിയെല്ലാം ഈ സ്ത്രീ മുന്നേറ്റത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവരുടെ ഇത് നമ്മൾ തിരിച്ചറിയുന്ന. അപ്പം അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ 60 വാട്ടിൻ്റെ സൂര്യൻ എന്ന് പറയുന്ന ഒരു കഥ എഴുതിയത്. സാറിന്റെ മറ്റൊരു നോവലിന്റെ ഒരു വാക്യം, ഭാഷ കൊണ്ടാണ് സത്യം വ്യവഹരിക്കപ്പെടുന്നത്, ഭാഷ കൊണ്ട് തന്നെ അസത്യവും. ഈ നോവലിന്റെ പേര് അയ്യപ്പ തിന്തക്കത്വം ആണ്. ഈ നോവലിൽ സാറ് തന്നെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് അസംബന്ധം അഥവാ അബ്സേർഡ് എന്ന സാങ്കേതം ഉപയോഗിച്ച് എഴുതിയതാണ്. അപ്പൊ എന്റെ ചോദ്യം, ഫാസിസ്റ്റ് കാലത്ത് ധാർമ്മിക രോഷം വിനിമയം ചെയ്യാൻ ഏറ്റവും ഉചിതമായ മാർഗം അബ്സേർഡ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഫാഷിസ്റ്റുകളെ സ്വേച്ഛാധിപതികളെ ഒന്നും അബ്സേർഡ് ലാംഗ്വേജ് ഉപയോഗിച്ച് പോലും തോൽപ്പിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ ഈ ഫാഷിസം വന്നെത്തുന്നതിന് മുമ്പ് തന്നെ എഴുതിയ ഒരു നോവലായിരുന്നു ഇത്. ഇവിടെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചത് മലയാള ഭാഷയുടെ ഫാഷിസങ്ങളെ അഴിച്ചു പണിയാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. മലയാള ഭാഷയിൽ ഒത്തിരി പുരുഷ മേധാവിത്വവും പാരമ്പര്യവാദവും യാഥാസ്ഥിതികത്വവും ജീർണതകളും ഫ്യൂഡലിസവും എല്ലാം അടിഞ്ഞുകൂടിയിട്ടുണ്ട്. മലയാള ഭാഷയിൽ കഴിഞ്ഞ ഒരു 10-100 കൊല്ലമായിട്ട് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇതിനെ ക്ലീനപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ പണിയാണ്. അതിനെ എടുത്തു വെച്ച് നമുക്ക് ഈ ഒരു ജനാധിപത്യ ബോധത്തോടെ, ഒരു സെക്യുലർ ബോധത്തോടെ, സ്ത്രീ പുരുഷ തുല്യതാ ബോധത്തോടെ, സ്വാതന്ത്ര്യ ബോധത്തോടെ മലയാളം എഴുതുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. സ്ത്രീകൾ പോലും ഈ പരമ്പരാഗത മൂല്യങ്ങൾ വെച്ചുകൊണ്ട് ധാരാളം പേര് എഴുതിയിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അയ്യപ്പത്തിനത്തോളം ചെയ്യാൻ ശ്രമിച്ചത് ഇതിൻ്റെ ഒരു അഴിച്ചുപണിയലായിരുന്നു. മലയാളത്തിനുള്ളിലെ ഫാഷിസങ്ങളെ അതിലടിഞ്ഞുകൂടി ഇങ്ങനെ പൊടി കെട്ടിക്കിടക്കുന്നത് പോലെയുള്ള ആ ഭാഷയിലെ ഫാഷിസങ്ങളെ എൻ്റെതായ രീതിയിൽ ഒന്ന് അഴിച്ചു പണിത് നോക്കിയത് മാത്രമായിരുന്നു. അല്ലാതെ നമുക്ക് ഇന്ന് നമുക്കുള്ള ഫാഷിസ്റ്റുകളെ ഒന്നും ഇങ്ങനെയൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല. അത് ആർക്ക് തോൽപ്പിക്കാമെന്ന് ആർക്കറിയാമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് ചരിത്രത്തിൻ്റെ ചില പരിണാമങ്ങളിലൂടെ മാത്രമേ അത് ഒരുപക്ഷെ സംഭവിക്കുള്ളൂ എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുക. അപ്പം നമ്മളെല്ലാവരും അതിന് തയ്യാറെടുക്കണം, അത് വേറെ കാര്യം. പക്ഷെ ഇതാണ് സാറിന്റെ റാണി എന്ന പേരിലൊരു കഥയുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. റാണിക്ക് സുഖമില്ല. അപ്പോൾ ചെറുപ്പക്കാരനും ആരോഗ്യ ദൃഢഗാത്രമായ ഒരു വൈദ്യരെ തിരുമാൻ വീട്ടിൽ കൊണ്ടുവരുന്നു. അപ്പോൾ വൈദ്യർ തിരുമുമ്പോൾ ആദ്യം തിരുമൺ തുടങ്ങുമ്പോൾ അവരുടെ ഭർത്താവ് കൂടെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു വാക്യം ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, റാണിയെ കിടത്തിയിരിക്കുന്നത് ഒരു കയർ കട്ടിലാണ്. ഒരു കൈ മുലകൾക്ക് വിലങ്ങനെ വച്ചിരിക്കുന്നു, മറ്റേ കൈപ്പത്തി കൊണ്ട് താഴെ നാണമുള്ള ഇടം മൂടിയിരിക്കുന്നു. ഇതിന്റെ ബാക്കിയുള്ള കഥ ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഞാനിവിടെ ചോദിക്കാൻ വന്നത് നാണമുള്ള ഇടം എന്ന ഒരു പ്രയോഗം നടത്തിയതിനെ കുറിച്ച്. അതുപോലെ തന്നെ സാറിന്റെ ഏറ്റവും പുതിയ ഇംഗ്ലീഷ് നോവലായിട്ടുള്ള പെൻഗ്വിൻ പുറത്തിറക്കിയിട്ടുള്ള ദ ട്രൂ സ്റ്റോറി ഓഫ് എ റൈറ്റർ, ഫിലോസഫർ ആൻഡ് എ ഷിഫ്റ്റർ എന്ന നോവലിൽ ഒരു ഭാഗത്ത് ഒരു വാക്യമുണ്ട്, ഹി കവേർഡ് ഹിസ് ജെൻഡർ വിത്ത് വൺ ഹാൻഡ്. അയാളുടെ ജെൻഡർ ഒരു കൈകൊണ്ട് മറച്ചു. ഞാനപ്പോൾ നിങ്ങളെല്ലാം കേട്ടിരിക്കുന്ന കാളിദാസൻ എഴുതിയതായി പറയപ്പെടുന്ന ഏകഹസ്തേന ഗോപ്യത എന്നൊരു വരി എനിക്ക് ഓർമ്മ വന്നു. അത് ബാക്കി വരി ഞാൻ പറയുന്നില്ല. അപ്പം എൻ്റെ ചോദ്യം, ഈ 2 പുസ്തകത്തിലും ഇത് വന്നതുകൊണ്ടുള്ള ചോദ്യം. അപ്പം ഞാനൊരു എഴുതാൻ ശ്രമിക്കുന്ന ഒരാളെന്ന് എനിക്ക് ഈ നാണമുള്ള ഭാഗത്ത് എഴുതേണ്ടി വരുമ്പോൾ മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ തെറിയെന്ന് വിചാരിക്കും, സംസ്കൃതത്തിൽ എഴുതുകയാണെങ്കിൽ മനസ്സിലാവില്ല, ഇംഗ്ലീഷിൽ എഴുതണം, അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സാർ ഇതിനെ വളരെ തന്ത്രപരമായി ഈ പ്രതിസന്ധിയെ നാണമുള്ള ഇടം എന്ന വാക്കുകൊണ്ടും അല്ലെങ്കിൽ ഈ കവേർഡ് ഹിസ് ജെൻഡർ എന്ന വാക്കുകൊണ്ടും
ഈ പ്രതിസന്ധി പരിഹരിച്ചല്ലോ, അതിനെക്കുറിച്ച് അജിത്ത്, ഒരു എഴുത്തുകാരുടെ ഒരു പ്രത്യേകതരം തീരുമാനമാണ്. അത് എഴുതി വരുമ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത് എവിടം വരെ നമ്മൾ പോകണം, ഏത് വിധത്തിൽ. അതിൻ്റെ ടോട്ടാലിറ്റിക്കകത്തുള്ളിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ലൈംഗിക അവയവത്തിൻ്റെ പേര് പറയുകയാണ് നല്ലത് എന്ന് തോന്നിയാൽ നമ്മളത് പറയണം. അതല്ല നമ്മളത് മൂടി വെച്ച് പോവുകയാണ് നല്ലത് എന്ന് തോന്നിയാൽ നമുക്ക് അത് പറയാം. അപ്പം ഇതൊരു നമ്മളുടെ സ്റ്റൈലിൻ്റെയും നമ്മൾ ഇവോൾവ് ചെയ്തു വരുന്ന നാരേറ്റീവിൻ്റെയും കൂടെ ഒരു ഭാഗമാണ്. കേരളത്തിൽ ലൈംഗികത നമ്മുടെ എത്രയോ കാലം മുമ്പ് നമ്മളുടെ എല്ലാവരും പുച്ഛിച്ചിരുന്ന രണ്ട് നമ്പൂതിരി എഴുത്തുകാരുണ്ടായിരുന്നു. ഞാൻ അവരുടെ പേര് മറന്നുപോയി. അവർ ശൃംഗാര കവിതകൾ എഴുതി എന്നുള്ളത് അന്ന് അവരെ പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതിമനോഹരങ്ങളായ ശൃംഗാര കവിതകൾ എഴുതിയവരായിരുന്നു. അവരുടെ പേര് ഞാൻ മറന്നുപോയി. സുപ്രസിദ്ധരായ രണ്ട് സഹോദരന്മാരായിരുന്നു എൻ്റെ ഓർമ്മ. അപ്പം നമുക്കിവിടെ മലയാളിയുടെ ഒരു വലിയ പ്രശ്നം ലൈംഗികതയാണ്. ഇപ്പോൾ അത് കുറഞ്ഞു. ഇപ്പം ചെറുപ്പക്കാർ എനിക്കൊന്നൊരു 10 കൊല്ലം മുമ്പ് വരെ ഒരു യുവതിക്ക് ഒരു യുവാവിനും തോളിൽ കൈയിട്ട് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അത് മാറ്റിയെടുത്തു ചെറുപ്പക്കാർ. ആരും നേതൃത്വം കൊടുത്തില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു ചാവേർ സംഘടനയും ഒരു വിദ്യാർത്ഥി സംഘടനയും ഇടപെടാതെ ചെറുപ്പക്കാരത് ആ ലൈംഗിക സങ്കല്പം, ആ ഒരു യാഥാസ്ഥിതികത്വം മാറ്റിയെടുത്തു. ആരും വിടുന്നില്ല. ചെറുപ്പക്കാർ അവരുടെ ഇഷ്ടം പോലെ തോളി കൈയിട്ടോ മടി കയറിയിരുന്നോ ഒക്കെ യാത്ര ചെയ്യുന്നു. ഇതൊരു സംസ്കാര സമ്പന്നമായി നമ്മൾ വളരുന്നതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത് ഈ പെൺകുട്ടി ആൺകുട്ടി തുല്യത. ആ തുല്യത അവർ വളർന്നു വരുമ്പോൾ കുടുംബത്തിലേക്കും ആ തുല്യത പ്രവേശിക്കും. ഭാര്യ-ഭർത്തൃ ബന്ധത്തിലും അത് പ്രവേശിക്കും എന്നുള്ളതിന് എനിക്ക് ഏതാണ്ട് 100% ഉറപ്പാണ്. കാരണം അതാണ് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ വലിയ സ്വർഗവും പുണ്യവുമുള്ള സ്ഥലങ്ങളൊന്നുമായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവിടെ ഇത്തരത്തിലുള്ള ഒരു സംസ്കാര സമ്പന്നത അവിടെ ഉണ്ട്. ആണിനെയും പെണ്ണിനെയും തുല്യരായിട്ട് കാണുക. ഒരുപക്ഷെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലുള്ള സ്ത്രീകൾക്ക് കുറച്ചുകൂടി തുല്യത അനുവദിച്ചു കൊടുക്കുന്ന ഒരു സംസ്കാരം അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ഈ കാര്യത്തിൽ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ പോലെ ഒരു ലൈംഗികതയെ പറ്റിയുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഈ ഒരു ഇരട്ടത്താപ്പുണ്ട്. ഭയങ്കരമായ ഇരട്ടത്താപ്പ്. ഞാൻ ഒരിക്കലും എഴുതി അത് ഇവിടെ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു 2 പട്ടികൾ വഴിയിൽ ഇണ ചേരുന്ന കണ്ട കല്ലെടുത്തെറിയുന്ന ഏക സമൂഹമായിട്ട് കണ്ടിട്ടുള്ള മലയാളികളെയാണ് ആയിരുന്നു. ഇന്നിപ്പോൾ ആ പട്ടികളെല്ലാം കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണോ നമ്മൾ? ഈ പട്ടികളെ നിർമ്മിച്ചത് നമ്മൾ, ഇനി അത് കൊല്ലാനായിട്ട് നമ്മൾ നടക്കുന്നു. അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കടക്കുന്നില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് ദേഷ്യം വരും. എല്ലാവരും ഓർക്കുന്നത് തെരുവ് പട്ടികൾ മനുഷ്യനെ കടിക്കാൻ നടക്കുകയാണെന്നാണ്. തെരുവ് പട്ടികളുടെ ജോലി എങ്ങനെയെങ്കിലും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട് വയറ് നിറച്ച് പോയി കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. മനുഷ്യരുമായിട്ട് സംഘടന വെക്കുക അല്ല അവരുടെ ജോലി. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ ശത്രുവാകും, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അപ്പം ഇതുകൊണ്ട് ഈ ലൈംഗികതയുടെ മലയാളിയുടെ അടിസ്ഥാന പ്രശ്നമായിരുന്നു ലൈംഗികതയെ പറ്റിയുള്ള ഇരട്ടത്താപ്പ്. അതിൻ്റെ ഒരു ഡിസ്കഷനാണ് ഞാൻ ഈ കഥകളിൽ ഇതിലൊക്കെ ഉണ്ടാക്കിയത്. അത് എവിടെയെങ്കിലുമൊക്കെ അവിടെ കടന്നോളും. ഇതിപ്പോൾ ഞാനൊന്നും ചെയ്യാതെ തന്നെ ഇന്നത്തെ ചെറുപ്പക്കാർ അത് ചെയ്തു കഴിഞ്ഞു. അതാണ് ചെറുപ്പക്കാരുടെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ ബസ് കാത്ത് നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ ഇരുമ്പ് കൊണ്ടുള്ള കസേര, ആൺകുട്ടിയും പെൺകുട്ടിയും അടുത്തടുത്ത കസേരയിൽ ഇരിക്കുന്നത് കണ്ട് അസൂയമൊത്ത നാട്ടുകാർ ഒന്നിടവിട്ടുള്ള കസേര കട്ടർ കൊണ്ട് മുറിച്ചു മാറ്റി. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചതാണ്. അപ്പോൾ അവസാനം കുട്ടികൾ ഒന്നിടവിട്ടുള്ള കസേര മുറിച്ച് മാറ്റിയത് കൊണ്ട് അവർ ആൺകുട്ടിയും പെൺകുട്ടിയും മടിയിലിരുന്ന് അവർ ബസ് കാത്ത് ഇരിക്കുകയും അങ്ങനെ പ്രതിഷേധിക്കുകയുണ്ടായി. അതൊരു വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പുതിയ തലമുറ എങ്ങനെ മാറിയെങ്കിലും അതോർത്ത് കുണ്ഠിതപ്പെടുന്ന പഴയ തലമുറ ഇപ്പോഴും വളരെ അസൂയായി കുണ്ഠിതപ്പെടുന്നവരുണ്ട്. പക്ഷേ സാറിന്റെ നമുക്കറിയാം, സാറ് കഥാകൃത്ത്, നോവലിസ്റ്റ് എന്നത് എല്ലാം ഉപരി സാറൊരു വലിയ യാത്ര സഞ്ചാരിയാണ്. എനിക്ക് തോന്നുന്നു വർഷത്തിൽ 3-4 രാജ്യങ്ങളെങ്കിലും സഞ്ചരിക്കാറുണ്ടെന്ന് തോന്നുന്നു. സഞ്ചരിക്കുക മാത്രമല്ല, സാർ രസകരമായ യാത്രാ വിവരണങ്ങൾ എഴുതും. ഇനി ഗൂഗിൾ നോക്കിയിട്ട് എന്തെങ്കിലും കട്ടെടുത്ത് എഴുതുന്ന പോലെ ഉള്ള യാത്രാ വിവരണമല്ല. കാരണം സാറിന് അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് അവാർഡ് വാങ്ങിക്കുക പോലെ ഉദ്ദേശമൊന്നുമില്ല. അതിൻ്റെ ഒരു അവസ്ഥയെല്ലാം കഴിഞ്ഞു പോയതുകൊണ്ട്. അപ്പോൾ സാറ്
അത് രസനീയമായി എഴുതുകയും ഒരുപാട് ഫിലോസഫിക്കലായ നിരീക്ഷണങ്ങൾ അതിൻ്റെ അടിയിൽ എഴുതുകയും ചെയ്യാറ്. അപ്പോൾ ഞാൻ സാറിൻ്റെ എല്ലാ യാത്രാവിവരണവും വായിച്ചിട്ടുണ്ട്. അതിൽ ഒരിടത്ത് നമ്മുടെ ലോക സാഹിത്യത്തിൻ്റെ സങ്കല്പങ്ങളെ കഥാസങ്കല്പത്തെ പൊളിച്ച് അടുക്കിയ യുളീസസ് എന്ന ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിലെ സംഭവങ്ങൾ നടക്കുന്നത് 40 അടി ഉയരമുള്ള വൃത്തഗോപുരത്തിൻ്റെ വട്ടമുറികളിലും നടക്കല്ലുകളിലും പീരങ്കിത്തട്ടിലുമാണല്ലോ. ആ വാക്യം സാർ തന്നെ പറഞ്ഞതാണ്. അത് എഴുതിയത് നമുക്കറിയാം ജെയിംസ് ജോയ്സ് ആണ്. അദ്ദേഹം ഒരു രാത്രി പേടിച്ചിറങ്ങി ഓടിയ പീരങ്കിപ്പുരയും ജോയ്സിന് പുലി പിടിച്ച മുറിയും സാർ സന്ദർശിച്ചതായി, ആ ജോയ്സിന് പുലി പിടിച്ച മുറിയിൽ സാറ് നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ അനുഭവം സാർ നമുക്ക് വേണ്ടി അനുഭവം ഉണ്ടായത് ജെയിംസ് ജോയ്സിലാണ്. ജെയിംസ് ജോയ്സ് അയർലൻഡിന്റെ തീരത്തുള്ള ഒരു കോട്ടയിൽ, ആ കോട്ടയിൽ ജെയിംസ് ജോയ്സിന്റെ ഫ്രണ്ടിന് വളരെ അടുത്ത സുഹൃത്തിനൊരു മുറി ഉണ്ടായിരുന്നു. അപ്പൊ ജെയിംസ് ജോയ്സ് ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു എഴുത്തുകാരനാണ്. പൈസയൊന്നുമില്ല, എവിടെയെങ്കിലുമൊക്കെ സ്ഥലം കിട്ടിയാൽ അവിടെ കയറി കൂടും, അവിടെ കുറച്ചു കാലം നിൽക്കും, അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ചെറുപ്പക്കാരൻ ജെയിംസ് ഈ വലിയ പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടില്ല, ഗെറ്റിംഗ് ഇൻ ടു ഇറ്റ്. അപ്പം അങ്ങനെ ഈ ജെയിംസ് ജോയ്സ് പോയ സുഹൃത്ത് എഴുത്തുകാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ബുദ്ധിജീവിയായിരുന്നു. അദ്ദേഹമായിരുന്നു ഈ കോട്ടയിലെ ഈ ഒരു മുറിയിൽ താമസിച്ചിരുന്നത്. അപ്പം ജെയിംസ് ജോയ്സ് അവിടെ ഒരു ദിവസം ചെന്നു, 2 ദിവസം താമസിച്ചു, 3 ദിവസം താമസിച്ചു, 4 ദിവസമായി ജെയിംസ് പോകുന്നില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ മുറിയുടെ ഉടമസ്ഥൻ അവിടുത്തെ താമസക്കാരനായ ഈ ബുദ്ധിജീവി രാത്രിക്ക് ഒരു ചെയ്തു എന്നാണ് പറയുന്നത്. തോക്കെടുത്ത് ജെയിംസ് ഒരിടത്ത് നിലത്ത് കിടന്നാണ് ഉറങ്ങുന്നത്. ഇദ്ദേഹം കട്ടിലിൽ നിന്ന് നല്ലടക്കൊണ്ട് ചാടി എണീറ്റ് തോക്കെടുത്ത് പുലി വന്നു എന്നും പറഞ്ഞ് 4 പാടും വെടിവെച്ചു തോക്കിൽ നിന്ന്. ഇത് കണ്ടതോടെ ജെയിംസ് ജോയ്സ് അവിടുന്ന് ഇറങ്ങി ഓടി. എന്നിട്ട് 24 കിലോമീറ്റർ നടന്ന് അയർലൻഡിൽ ചെന്ന് മറ്റേതോ വീട്ടിൽ ചെന്ന് അഭയം പ്രാപിച്ചു. ഇത് ജെയിംസ് ജോയ്സിന്റെ ജീവിതത്തിൽ എല്ലാവരും പറയുന്ന ഒരു കഥയാണ്. ജെയിംസിന്റെ ഈ രാത്രിക്കുള്ള ഒളിച്ചോടിപ്പോക്ക് ഈ ബുദ്ധിജീവിയുടെ മുറിയിൽ നിന്ന്. ഇതൊരു നമ്മുടെ കേരളത്തിലൊക്കെ ഒരു പ്രത്യേക തലമുറയിൽ ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെ എഴുത്തുകാരും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ധാരാളം, ഇതിനപ്പുറത്തും അനുഭവിച്ചിട്ടുള്ള എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയൊക്കെ ജീവിതം. കാരണം അവരുടെ സ്വാതന്ത്ര്യങ്ങൾ വേറെയാണ്. അവരൊരു അടക്കമുള്ള ഒരു അച്ചടക്കമുള്ള ജീവിതങ്ങൾ നയിക്കുന്നവരല്ലെന്നോ ആണെന്നോ ഒക്കെ പറയാം. ഒരു പ്രായമാകുമ്പോൾ പെട്ടെന്ന് അവർക്ക് അച്ചടക്കം ഉണ്ടാകും, അതിനൊരു വേറൊരു പ്രായത്തിൽ അവർക്ക് അച്ചടക്കമില്ല. ഇതെല്ലാം അതിൻ്റെ ആ പ്രോസസ്സിൻ്റെ ഭാഗം. അപ്പോൾ ജെയിംസ് ആ രീതിയിൽ ഇങ്ങനെ ഒരു ജീവിച്ച് ജെയിംസിനെ ഓടിപ്പോകാൻ പ്രേരിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഇയാൾ തോക്കെടുത്ത് പുലി വന്നു എന്നുള്ള പേരിൽ വെച്ച വെടി. അവിടെയൊന്നും അയർലൻഡിൽ ജീവിതത്തിൽ ആ ലോകത്തിൽ ഒരു പുലിയില്ല, അയർലൻഡിലൊന്നും പുലിയുള്ള രാജ്യപ്പെട്ടില്ല. പക്ഷെ ജെയിംസ് ഓടി. ഇതാണ് ഇതിനകത്ത് സംഭവിച്ച കഥ. എന്നെ സംബന്ധിച്ചുകൊണ്ട് ഞാൻ ജെയിംസ് ജോയ്സിന്റെ ഒരു ആരാധകനും ശിഷ്യനും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് വളരെ താല്പര്യം ഉണ്ടായിരുന്നു ഈ സ്ഥലം ഒന്ന് പോയി കാണണമെന്ന് കരുതി. അതുകൊണ്ട് ഞാൻ പോയത്. നമ്മുടെ ഈ ഡയലക്റ്റ് ഇപ്പൊ പ്രാദേശിക ഭാഷ ഇപ്പൊ കേരളത്തില് തിരുവനന്തപുരത്ത് ഒരു ഡയലക്റ്റ് ഉണ്ട്, കാസർഗോഡ് വേറെയുണ്ട്, തൃശ്ശൂരിലുണ്ട്. അപ്പോൾ ഈ ഡയലക്റ്റുകൾ ഇപ്പോൾ പലരും കൃതികളിൽ ഏതെങ്കിലും ഒരു റീജിയണൽ ഡയലക്റ്റിൽ എഴുതുന്ന സ്വഭാവം ഉണ്ട്. അത് വളരെ പൊളിറ്റിക്കലി വളരെ അപ്രീഷ്യബിളാണ് എന്നും പറയുന്നുണ്ട്. മുൻപ് എം കൃഷ്ണൻ നായർ സാഹിത്യ പാരമ്പര്യത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ദുഷ്യന്തൻ ശകുന്തള, കണ്ണു മഹർഷി ഇവരെ കുറിച്ച് ഒരു കോട്ടയംകാരൻ പറയുകയാണെങ്കിൽ പുള്ളിക്കാരത്തിയെ കണ്ടുമുട്ടിയപ്പോൾ ഇന്ത്യൻ അവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞേക്കും. അപ്പൊ അത് ഞാനിപ്പോ ഓർക്കാൻ കാരണം സാറിന്റെ ആത്മകഥാപരമായ ഗ്രന്ഥമായ ഒരുലിക്കുന്നിന്റെ ലുത്തിനിയയിൽ ദശരഥ മഹാരാജാവ് ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നെങ്കിൽ രാമൻ യുദ്ധം ജയിച്ച് മടങ്ങി വന്ന വിവരം പറയുമ്പോൾ തിരക്കേടില്ല, നീ കാപ്പി കുടിച്ചതല്ലെങ്കിൽ ചെന്ന് കാപ്പി കുടി എന്ന് പറഞ്ഞേനെ എന്ന് സാർ എഴുതി. അപ്പോൾ ഈ റീജിയണൽ ഡയലക്ട് സാഹിത്യം തമ്മിലുള്ള ഒരു കണക്ഷൻ ഇത് അജിത്, ഇതൊരു ഡയലക്റ്റിന്റെ ഇഷ്യൂ അല്ല, ഇതൊരു മനഃശാസ്ത്രത്തിന്റെ മനോഭാവത്തിന്റെയും ഇഷ്യൂ ആണ്. ഇപ്പം ഞാൻ ജനിച്ചു വളർന്ന ഉരുളികുന്നം പോലെയൊക്കെയുള്ള മീൻചി താലൂക്ക് കർഷകരുടെ നാടുകളാണ്. അവിടെ ഒന്നും ഒരു ഭൂമി ഇടിഞ്ഞു വീണാലോ അല്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീണാലോ അതൊരു വലിയൊരു സംഭവമായിട്ട് കണക്കാക്കാൻ ആരും തയ്യാറല്ല.
അപ്പം എന്നോടൊക്കെ പഠിക്കുമ്പോൾ എല്ലാം കൂടെ പറഞ്ഞാൽ നീ തോറ്റു പോകരാതെ നോക്കണമെന്ന് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ള ഗൈഡൻസ് ഉള്ളൂ. നോക്കരുത്, തോറ്റ ഒരു വർഷം നഷ്ടപ്പെടും, അല്ലാതെ മാർക്ക്. അപ്പം ഈ തരത്തിലുള്ള ഇതൊക്കെ ഇങ്ങനെ ലോകത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇതിനെപ്പറ്റിയൊന്നും നമ്മൾ കണ്ടമാനം അങ്ങോട്ട് ശബ്ദം വെക്കുകയോ അലറുകയോ പോവുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഒന്നിനും ആ തരത്തിൽ അമിത പ്രാധാന്യം കൽപ്പിക്കാതെ കർഷകരുടെ ഒരു ന്യൂട്രാലിറ്റി ഉണ്ട് ജീവിതത്തോടുള്ള. അത് കർഷകർക്ക് മാത്രമേ, കാരണം എല്ലാം അപ്രതീക്ഷിതമായിട്ട് മഴ വന്നാൽ വന്നു, വെയിൽ വന്നാൽ വന്നു. അപ്പം ആ തരത്തിലുള്ള എല്ലാത്തിനോടുമുള്ള ഒരു അക്സെപ്റ്റൻസിൻ്റെ ഒരു മനോഭാവമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നിനെയും പെരുപ്പിച്ച് കാണിക്കാൻ കർഷകർ ഞങ്ങളുടെ ആ ഏരിയയിൽ അവർ തയ്യാറല്ല. അപ്പം ദശരഥൻ ആയിരുന്നു അവിടുത്തെ ഒരു കർഷകനെങ്കിൽ രാമൻ യുദ്ധം ജയിച്ചു വന്നാൽ ദശരഥൻ പറയാനിടയുള്ളത് നീ പോയി കാപ്പ് കുടിക്കുന്നു മാത്രമേ പറയാനിടയുള്ളൂ. അതിനപ്പുറത്തോട്ട് അയ്യോ നീ യുദ്ധം ജയിച്ചല്ലോ, നീ ഒരു മഹാനല്ലേ, ഇത്രയും വലിയ കാര്യം ചെയ്തല്ലോ, ഇത്തരം പ്രശംസ എനിക്കൊന്നും ഒരിക്കലും പ്രശംസ കിട്ടിയിട്ടില്ല ഒരു കാര്യത്തിലും. അങ്ങനത്തെ പ്രശംസ ഞാൻ ഇന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അത് കിട്ടാത്തത് കൊണ്ട് നമുക്ക് പ്രശംസ പ്രതീക്ഷിക്കാതെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ ട്രെയിനിങ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം ഞാൻ ആ പ്രശംസ എന്നുള്ള വാക്കായിട്ട് ഞാൻ ആദ്യം മിസ് ചെയ്ത് പോയത്. അതില്ല അവിടെ. പറയും കുഴപ്പമില്ലടാ, നീ ഓക്കെയാണ്, നിനക്ക് നീ തരക്കേടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രശംസ. ഓക്കെയാണ്, നീ നിനക്ക് വലിയ പ്രശ്നമൊന്നും ഉള്ളവരൊന്നും അല്ല എന്നുള്ള ഒരു സംഭവം. രാമന് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ധാരാളം സൂപ്പർ കമന്റ് ഒക്കെ. രാമന് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി കുറേ ഫോട്ടോസ്, യുദ്ധത്തിന്റെ ഫോട്ടോസ് അടക്കം ഒത്തിരി കാര്യങ്ങൾ. രാവണന് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നെങ്കിലോ ഈ 10 തല വെച്ചുകൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് പാവം. അവരുടെ പണിമുടക്കം എന്നൊരു കഥയുണ്ട്. അതില് നായകന്റെ ഏറ്റവും വലിയ ആഗ്രഹം 50 വർഷം തുടർച്ചയായി പണിമുടക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ആഗ്രഹിച്ച് നടക്കുകയും അതിനുവേണ്ടി ഒത്താശകൾ ചെയ്യുന്ന ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ അയൽവാസിയായ ഒരു പ്രലോചനക്കടക്കാരനുണ്ട്. അയാൾ സർക്കാർ ജോലിക്കാരനല്ല, അയാൾക്ക് പണിക്ക് പോയില്ലെങ്കിൽ ശമ്പളമൊന്നും കിട്ടില്ല. എങ്കിലും ഏതെങ്കിലും പാർട്ടി എവിടെയെങ്കിലും ഹർത്താൽ എന്ന് പറയുകയാണെങ്കിൽ പുള്ളി വളരെ ഉത്സാഹപരിതനായി തലേദിവസം വില്ലേജിലൊക്കെ പോയി പണ്ടാണെങ്കിൽ CD ഒക്കെ എടുക്കും. അതില്ല. പിന്നെ അദ്ദേഹം വളരെ ആനന്ദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ സ്വന്തം കടയാണ്, നിങ്ങൾക്ക് സ്വന്തമേതയായി എപ്പോൾ വേണമെങ്കിലും അടച്ചിടാമെങ്കിലും അത് ഹർത്താലിൽ നടക്കുന്ന പോലൊരു അനുഭൂതി ശേഷം കിട്ടുന്നില്ല എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കഥയിലേക്ക് ഞാൻ കിടക്കുന്നില്ല, അത് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പണിമുടക്കുന്ന കഥ അത് ഒരു ഗംഭീര സെറ്റേറാണ്. അതിലേക്ക് സാറിനെ നയിച്ച വികാരം. പണിമുടക്ക് കേരളത്തിലെ ഒരു വേ ഓഫ് ലൈഫാണ്. പണിമുടക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ വാസ്തവത്തിൽ പണി ചെയ്യുക എന്നുള്ളതിനേക്കാളും കൂടി പ്രധാനമായിട്ട് കേരളത്തിലെ ഈ ജോലി സംസ്കാരത്തിൻ്റെ അകത്ത് പണിമുടക്കാണ് ഒന്നാമത് വരുന്നത്. പണി ചെയ്യുക എന്ന് പറയുന്നത് രണ്ടാമതായിട്ടാണ് വരുന്നത്. പണിമുടക്കിലുള്ള ഓപ്പർച്യൂണിറ്റി സംഘടനകൾ കൂടിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ക്ഷമിക്കണം, ഉദ്യോഗസ്ഥർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ. എങ്ങനെയാണ് പണിമുടക്കുകൾ ജനിക്കുന്നത്, എങ്ങനെയാണ് നടത്തുന്നത്, ആരാണ് അതിൽ നിന്ന് അതിൻ്റെ ഗുണഭോക്താക്കൾ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഒരിക്കൽ പണിമുടക്കുകൾ തുടർച്ചയായി വളരെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പണിമുടക്കും മറ്റും നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വലിയ കേരളത്തെ സമൂഹത്തെ തന്നെ പിടിച്ചു കൊടുക്കുന്ന പണിമുടക്കുകൾ ഒരിക്കലും ഉണ്ടാകും. അക്കാലത്തെ കൂടെ സ്പർശിച്ചുകൊണ്ടൊക്കെ ഇന്നൊന്നും അത്രമാത്രം പണിമുടക്കുകൾ ഇന്നിപ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇതൊരു പ്രൊഫഷൻ പോലെ കേരളത്തിലെ ഉദ്യോഗസ്ഥ സംഘടനകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിൽ ഒരാള് പണിമുടക്കിന് വേണ്ടി തന്നെ ജീവിക്കുന്ന, അതിനെ സ്വപ്നം കണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന അദ്ദേഹം കാണുന്ന ഒരു 50 കൊല്ലം നീണ്ട ഒരു പണിമുടക്ക് കേരളത്തിൽ ഉണ്ടാകണം, നിർത്താത്ത പണിമുടക്ക് എന്നുവരെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു കഥയാണ്. അവസാനം അയാളുടെ ശരീരം പണിമുടക്കുന്നു, ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പണിമുടക്കുന്നു. അയാളുടെ ബോഡി എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇലക്ട്രിക് ക്രിമറ്റോറിയത്തിലെ അത് പണിമുടക്കുന്നു. ഇങ്ങനെ എല്ലാം പണിമുടക്കി അയാളുടെ ബോഡി എങ്ങോട്ടോ എടുത്തുകൊണ്ട് ആളുകൾ പോകേണ്ടി വരിക ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സമ്പൂർണ്ണ പണിമുടക്കിൽ കേരളം നിൽക്കുന്ന ഒരു കഥയാണത്. വായിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളത്. സാർ നേരത്തെ ഭാഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഫേസ്ബുക്കിൻ്റെ സോഷ്യൽ മീഡിയയുടെ കലയാണ്. അപ്പോൾ ഒരു കവിത വായിച്ചിട്ട് എൻ്റെ ഉള്ളം പൊള്ളിപ്പോയി, എൻ്റെ ഹൃദയം നിന്നുറങ്ങി തുടങ്ങിയ കമൻറ്റുകളൊക്കെ ധാരാളം കാണാറുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു കഥയിൽ
ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. തേൻ എന്ന സമാഹാരത്തിലെ കഥയിലാണ്, ഏത് വർഷമെന്നാണ് നിന്നെ മലയാളം പഠിപ്പിച്ചത്? ഹൃദയ ദ്രവീകരണ ശക്തി എന്ന വാക്ക് ഇനി കേട്ടാൽ ഞാൻ വയലന്റാണ്. അപ്പൊ അത് ഒരു നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഈ കഥകൾ തിരിച്ചു കൊണ്ടിരുന്നതിൽ ഒരു പ്രോബ്ലം ഉണ്ട്. സോറി അബൌട്ട് ദിസ്. വായിച്ചിട്ടില്ലാത്തവർക്ക് ഒരു പക്ഷേ അത് ഒരു കരടി ഒരു പെണ്ണിനെ പ്രേമിക്കുന്നതിൻ്റെ കഥയാണ് ഈ തേൻ എന്ന് പറയുന്നത്. ഇങ്ങനെ തേൻ വെച്ച് ഒരു പെണ്ണ് വരുമ്പോൾ കരടിക്ക് ഒരു മനുഷ്യസ്ത്രീയെ പ്രണയിക്കണമെന്ന് ആഗ്രഹം വന്ന് അപ്പോൾ കരടി പെൺകുട്ടിയുടെ കയ്യിൽ കയറി പിടിച്ച് പെൺകുട്ടി തേൻ എടുത്ത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ കരടി കൈ പിടിച്ചുകൂടെ ഞാൻ ഭൗതിയെ പ്രേമിക്കുന്നു എന്ന് പറയും. അപ്പോൾ പെൺകുട്ടി ചോദിക്കും, അങ്ങനെ പ്രേമിക്കാൻ മാത്രം ഇവിടെ എന്തുണ്ടായി എന്ന് പെൺകുട്ടി ചോദിക്കുന്നു. അപ്പം ഭൗതിയുടെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഹൃദയ ദ്രവീകരണ ശക്തിയുള്ള പാട്ട് കേട്ടിട്ടാണ് ഞാൻ പ്രേമിച്ചത് എന്ന് കരടി പറയുന്നു. അപ്പോൾ പെൺകുട്ടി പറയുന്നു, ഹൃദയ ദ്രവീകരണ ശക്തി എന്ന വാക്ക് നീ ഏത് വഷളനാണ് നിന്നെ ഈ വാക്ക് പഠിപ്പിച്ചത്, മലയാളം പഠിപ്പിച്ചത്? ഇനി നീ ഇത് ഉപയോഗിച്ചാൽ ഞാൻ വയലൻ്റ് ആകുമെന്ന് പെൺകുട്ടി പറയുന്നു. അത് കഴിഞ്ഞ് അവർ കല്യാണം കഴിക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. അത് അവസാനം പെൺകുട്ടിയും കരടിയും പെൺകുട്ടിയുടെ വീട്ടിൽ ചെല്ലുന്നു. അപ്പം പെൺകുട്ടിയുടെ അമ്മ അവിടെയുണ്ട്. അപ്പോൾ അച്ഛൻ ഒരു ചാരകസ്ഥലയിൽ ഇങ്ങനെ പുറത്തും തൂങ്ങി ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അമ്മ പെൺകുട്ടിയോട് പറയുന്നു, ഇനി എവിടെയെങ്കിലും നീ തേൻ കാണുകയാണെങ്കിൽ എന്നോട് പറയണം എന്ന് അമ്മ പറയുന്നത്. അവിടെയാണ് ഈ കഥ അവസാനിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം അതിനകത്ത് ഈ ഹൃദയ ദ്രവീകരണ ശക്തി എന്നൊക്കെ ഉള്ള വാക്കൊക്കെ ഇപ്പം ആരും ഉപയോഗിക്കാറില്ല. പുതിയ പിള്ളേരൊന്നും ഇവരാരും ഉപയോഗിക്കില്ല കേട്ടോ. അത് ഇപ്പം ഞങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള വാക്കുകളാണ്. ഇനിയിപ്പം അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ഒരു പുതിയ മലയാളം വന്നു കഴിഞ്ഞു. അത് ഈ നമ്മളുടെ റൊമാൻറ്റിസിസത്തിൽ നിന്നൊക്കെ ചങ്ങമ്പുഴയിൽ നിന്ന് ഒ വി വിജയനിലേക്ക് വന്നു. ഒ വി വിജയനിൽ നിന്ന് ബിനോയ് തോമസിലേക്കും പിന്നെ എസ് ഹരീഷിലേക്കും ആർ ഉണ്ണിയിലേക്കും എല്ലാം വന്നു. അപ്പം അങ്ങനെ ഈ കാര്യങ്ങൾ മാറിപ്പോയി. മലയാളം പൂർണ്ണമായിട്ട് എഴുത്തിൻ്റെ ഭാഷയുടെ രൂപം, നോവലിൻ്റെ രൂപം, കഥയുടെ രൂപം, സമീപനത്തിൻ്റെ രൂപം, രാഷ്ട്രീയം എല്ലാം മാറി. അതൊരു കഴിഞ്ഞ ഒരു 25 കൊല്ലം കൊണ്ട് മലയാളത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു ഒരു 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 വികസനമാണ്. ഒരു പുതിയ എഴുത്ത് ഇവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. കാൽപ്പനികമല്ലാത്ത ഒരു എഴുത്ത്. അതുവരെ നമ്മൾ കാൽപ്പനികതയിൽ കൂടി കിടക്കുകയാണ്. അപ്പം ഞാൻ അതെല്ലാം വേറെ കാര്യം ഞാൻ പറഞ്ഞു തന്നത് അതിൻ്റെ കൂടെയുള്ളൊരു കമൻ്റായിട്ടാണ് ഞാൻ ഈ ഹൃദയ ദ്രവീകരണ ശക്തി എന്നുള്ള വളരെ ഈ നല്ല വാക്കാണ് വാസ്തവത്തിൽ. അത്ര മോശപ്പെട്ട വാക്കൊന്നുമല്ല അത് ഞാൻ ഉപയോഗിച്ചത്. താങ്ക് യു സാർ. നമ്മളിപ്പോൾ സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും സമൂഹ ജീവിതത്തിലും എല്ലാം ഒരു പോസ്റ്റ് ട്രൂത്തിൻ്റെ അല്ലെങ്കിൽ വാസ്തവ അനന്തര കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നും അങ്ങനെ ഒന്നില്ലെന്നും അങ്ങനെ ഉണ്ടെന്നും അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഒരു ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ് ട്രൂത്ത് ലിറ്ററേച്ചറിൻ്റെ എഴുതുന്ന ആളിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി അൺറിലയബിൾ നെറേറ്റർ ആണ് എന്നത് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ പുതിയ നോവലായിട്ടുള്ള ട്രൂ സ്റ്റോറി ഓഫ് എ റൈറ്റർ, ഫിലോസഫർ ആൻഡ് ഷിഫ്റ്റർ എന്നുള്ളതിൽ ഒരു അൺറിലയബിൾ നെറേറ്ററെ കാണാൻ പറ്റും എന്ന് എൻ്റെ നിരീക്ഷണം ശരിയാണ്. രാജ്യത്തെ എൻ്റെ നോവൽ വായിച്ചിട്ടില്ലാത്തവർക്ക് അതിനെപ്പറ്റി ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് പിന്നെ ഞാൻ നോവൽ വിവരിക്കേണ്ടി വരിക ചെയ്യുന്നെങ്കിലും ഞാൻ പെട്ടെന്ന് ഇത് പറയാം. ഈ നോവലിൻ്റെ അടിസ്ഥാന സമയം എല്ലാവരും അതിനകത്ത് നുണയാണ് പറയുന്നത്. ഇതിൻ്റെ അകത്തെ കഥാനായകൻ തൊട്ട് അയാളുടെ കഥാനായകൻ ഒരു 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 പോപ്പുലർ നോവൽ, പൾപ്പ് ഫിക്ഷൻ, ഞാൻ അതിനൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പൾപ്പ് ഫിക്ഷൻ എഴുതുന്ന ഒരു നോവലിസ്റ്റ് ഒരു ലേഖനം എഴുതാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലങ്ങൾ അതൊരു ഒരു ഒരു ആരാച്ചാർ അയാളെ സഹായിക്കുക അതൊക്കെയാണ്. ഇതിനകത്ത് ഈ ഉടനീളം ഒന്നാമത്തെ വാക്കുകൊണ്ട് എല്ലാവരും അവനവനെ പറ്റി പറയുന്നതും ലോകത്തെപ്പറ്റി പറയുന്നതും കഥകൾ ഉണ്ടാക്കി പറയുക ചെയ്യുന്നത് നുണകളാണ്. പക്ഷെ അതിന് വേറൊരു ലോജിക്കാണ്. അത് ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിക്കാൻ പ്രയാസമുണ്ട്. കാരണം അത് ടെക്സ്റ്റിൻ്റെ സഹായമില്ലാതെ ആ രീതിയിലാണ്. പക്ഷെ നുണ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇന്ന് നമ്മൾ എന്നും ന്യൂഡൽഹിയിൽ നിന്നും തൊട്ട് തിരുവനന്തപുരത്ത് നിന്നും തൊട്ട് മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ഈ നുണകളുടെ ഒരു വാസ്തവത്തിൽ പോസ്റ്റ് ട്രൂത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. പോസ്റ്റ് ട്രൂത്താണ് നുണകൾക്കും അപ്പുറത്തോട്ടുള്ള വേറൊരു പോസ്റ്റ് നുണയിലേക്ക് നമ്മൾ ഇന്നിപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പരിപൂർണമായ ഒരു തരത്തിലും കലർപ്പില്ലാത്ത നുണ, അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ടുള്ള ആ നുണയ്ക്ക് അപ്പുറത്തോട്ട് ഇനി ഒന്നും ഇല്ല എന്നുള്ള രീതിയിലുള്ള നുണകൾ എന്നും
പ്രവർത്തിക്കപ്പെട്ട് നമ്മളെപ്പോലെ തരക്കേടില്ലാത്ത ബുദ്ധിശക്തിയുള്ള ആളുകൾ പോലും സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ലോകത്തിലെ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇനി ഇതിൽ നിന്നും നമുക്ക് മോചനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നുണകൾ മാനുഫാക്ചർ ചെയ്യാനായിട്ട് ആളുകളുണ്ട്. ടീം ബ്രെയിൻ ട്രസ്റ്റുകളെ വെച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഈ നുണകൾ മാനുഫാക്ചർ ചെയ്യാൻ ഓരോ ഫീൽഡിലും. അങ്ങനെ ഒരു ലോകത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. അപ്പം എൻ്റെ നോവലും മറ്റും അതിൻ്റെ നിഷ്കളങ്കമായ നുണകളാണ്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നുണ പറഞ്ഞ് രസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നുണകൾ നമ്മളുടെ ജീവിതങ്ങളെ തന്നെ ഭസ്മമാക്കാൻ സാധ്യതയുള്ള നുണകളാണ് നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ തന്നെ ഇന്നാക്കാൻ സാധ്യതയുള്ള നുണകൾ. അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന യഥാർത്ഥ പ്രശ്നം. അത് നുണകളെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ട് ഞാൻ പറയാം. ഈ നുണ പറയാൻ വേണ്ടിയാണ് ഭാഷ ഉണ്ടായതെന്ന ഒരു യുവൽ നോവ ഹരാരിയുടെ പുസ്തകത്തിൽ ഇല്ല, ഒരു നിരീക്ഷണം ഞാൻ പറഞ്ഞിട്ടുള്ള മലയാളം, ഞാൻ അങ്ങനെ ഒരു ലേഖനം, ഒരു പ്രസംഗം തന്നെ പറഞ്ഞിട്ടുണ്ട് മലയാള സഭയല്ല, ഇപ്പം നടക്കുന്ന ഈ സഭയല്ല, വേറൊരു മലയാള ഭാഷ എന്നൊരു സാധനത്തിനകത്ത് ഞാൻ പറഞ്ഞു, ഞാനിത് നുണകൾക്ക് വേണ്ടിയുള്ള ഒരു ഭാഷയായി മലയാളം മാറി എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാന ആയുധം മലയാളമാണ്. ആ മലയാളത്തിൽ കൂടി പറയപ്പെടുന്ന ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നുണകളാണ്. മതങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം മലയാളമാണ്. അതിൽ കൂടി പറയപ്പെടുന്ന 99% കാര്യങ്ങളും നുണയാണ്. ജാതികളുടെ കാര്യത്തിലും അതുപോലെ തന്നെ. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന മാധ്യമങ്ങൾ പറയുന്നത് അർത്ഥ നുണകളാണ്. അപ്പം ഇങ്ങനെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഉപയോഗം നുണകൾ പറയാനായിട്ടുള്ള ഒരു സ്റ്റേജായിട്ട് മാറി എന്നുള്ളത് സത്യം. ഇതൊക്കെ നമുക്ക് അയവിറക്കാൻ, നമുക്ക് ഉള്ളിലേക്ക് ഇറക്കാൻ വളരെ പ്രയാസമുള്ള സത്യങ്ങളാണ്. നമ്മൾ ചാനലുകളിൽ കാണുന്ന ചർച്ചകളൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് വിഷമം തോന്നും. ഇതൊക്കെ നുണയാണോ എന്ന് എന്നോട് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും എന്ന് ചോദിക്കും. പക്ഷേ അപ്പം നമ്മൾ ഈ ഡൽഹിയിലെ കാര്യങ്ങളൊന്നും പറഞ്ഞ കുറ്റം പറയേണ്ട. ഈ ഭാഷയിൽ ഇവിടെ കേരളത്തിൽ തന്നെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട്. ഇതൊക്കെ നമ്മുടെ ചരിത്രപരമായ വിധിയാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഈ ഫിക്ഷൻ എഴുതുന്നവർ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊരു ആശയം അന്തരീക്ഷത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ഭയപ്പെടുന്നുണ്ട്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നത് രണ്ട് ചോദ്യമാണ്. ഒന്ന്, ഫിക്ഷനിൽ എഴുതുമ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒരു സബാൾട്ടൺ ജീവിതത്തെ അനുകൂലമായിട്ടുള്ള ഒരു സങ്കല്പമാണെന്ന് കരുതുന്നുണ്ടെങ്കിലും അതൊരു ഇലീറ്റിസ്റ്റ് സങ്കല്പം കൂടെ അല്ലേ? ഇപ്പൊ കേരളത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ല ഇവിടെ ആവശ്യം. ഇവിടെ വേണ്ടത് സ്ത്രീകളെ സംബന്ധിച്ച പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. സ്ത്രീകളെ പറ്റി പുരുഷന്മാർ എഴുതുമ്പോൾ, സ്ത്രീകൾ അവരെ പറ്റി തന്നെ എഴുതുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഈ തുല്യത സംബന്ധിച്ച, ജെൻഡർ ഈക്വാലിറ്റി സംബന്ധിച്ച അടക്കമുള്ള കാര്യങ്ങളിൽ അത് പുരുഷൻ എഴുതുമ്പോൾ ഇന്നും പല എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരുടെ അടക്കം ഒരു സ്ലിപ്പ് ഉണ്ടാകുന്ന നമ്മൾ കാണുന്നുണ്ട്. ആ പരമ്പരാഗത സ്ത്രീ സത്വത്തിനെ പറ്റിയുള്ള പുരുഷ മേധാവിത്വ സമീപനത്തിലേക്ക് പലപ്പോഴും വഴുതുന്ന കാണാം. കാമുകിയെ പറ്റി സംസാരിക്കുമ്പോൾ കാമുകിയെ കുറച്ചുകൂടി കുറഞ്ഞ ഒരാളായിട്ട് കാണാനുള്ള ഒരു രണ്ടാം തരം ആളായിട്ട് കാണാൻ, അമ്മയെ പറ്റി പറയുമ്പോൾ അമ്മ എന്നുള്ളതിനെ മധുരം കൊണ്ട് മൂടിയിട്ട് എന്തോ ഒരു മോൺസ്റ്റർ ആക്കി മാറ്റുന്നത് നമ്മൾ അമ്മയെ പറ്റി പറയുമ്പോൾ നമ്മൾ കാണും. ഈ തരത്തിലെല്ലാം ഭാര്യയെ പറ്റി പറയുമ്പോൾ മറ്റൊരു തരത്തിൽ. അപ്പൊ ഇത് നമുക്കുണ്ട്. ഇവിടെയാണ് പുരുഷന്മാരാണ് ഈ കറക്റ്റ്നെസ്സിനെ പറ്റി അവനോ പറയുന്നത് ശരിയാണ്, അവനോ പറയുന്നത് പ്രോപ്പറാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് പുരുഷ എഴുത്തുകാരാണ്, ഭാഷ ഉപയോഗിക്കേണ്ടവർ. സ്ത്രീകൾ അതിന് അവനവൻ്റെ ഉള്ളിൽ ആ മാറ്റം വരണം. സ്ത്രീ തുല്യാണെന്നുള്ള മാറ്റം അത് ചെറുപ്പക്കാർക്കുണ്ടായി. പക്ഷേ ഇന്നത്തെ ഇപ്പം ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾക്കിടയിൽ കാരണം അവർ പഠിച്ചത് അങ്ങനെയല്ല. ഇത് തേച്ച് മാച്ച് കളയാൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്ത്രീകൾക്കും വളരെ ബുദ്ധിമുട്ടാണ്.
ഒത്തിരി അനവധി സ്ത്രീകൾ അവർ ഞങ്ങൾ രണ്ടാം തരമാണ് എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ കുത്തിവെച്ച് എടുത്തു വെച്ച് കഴിഞ്ഞു, ഇൻജെക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു. തന്നെയല്ല, ഞങ്ങൾ അതല്ലാതെ പെരുമാറിയാൽ ഒരു വീട്ടിൽ കുടുംബത്തിൽ ഒരു ഇംബാലൻസ് ഉണ്ടാകും, പ്രശ്നമുണ്ടാകും എന്ന ഭയം അവർക്കുണ്ട്. അപ്പം ഈ സിസ്റ്റം ഇവിടെ നിലവിലുണ്ട്. അപ്പം ഈ പുതിയ തലമുറയ്ക്ക് ഇനി ഇത് മാറ്റാൻ പറ്റുള്ളൂ. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ കുട്ടികൾ വളർന്നു വരുമ്പം എൻ്റെ പ്രത്യാശ അതാണ്, അവർ മറ്റൊരു തരത്തിലുള്ള ഒരു കുടുംബ വ്യവസ്ഥയുടെ സ്ഥാപിക്കും. സ്ത്രീ പുരുഷ ബന്ധം പൊതുവിലൂടെ ഉണ്ടാകുന്ന വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ഈ തരത്തിലുള്ള ഒരു എഴുത്തുകാർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് എഴുത്തുകാരുടെ ജോലിയാണ്. നമ്മൾ എഴുതുമ്പം അതിൽ പുരുഷൻ എഴുതുമ്പോൾ പുരുഷ മേധാവിത്വം പാടില്ല. സ്ത്രീകൾ എഴുതുമ്പോൾ സ്ത്രീകളുടെ ഒരു അടിമത്വം അതിലേക്ക് വന്നു ചേരാൻ പാടില്ല. അതിപ്പം ഇല്ല, ഒട്ടും തന്നെ ഇല്ല, അല്പം പോലും ഇല്ല. വാസ്തവത്തിൽ സ്ത്രീകൾ ആ കാര്യത്തിൽ നല്ലപോലെ വിമോചനം നേടിയിട്ടുള്ളതാണ് സത്യം, കുറച്ചുകൂടി ശക്തമായിട്ട്. സാറിപ്പോ പറഞ്ഞ മറുപടി കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സംശയം. അപ്പൊ അമ്മ ദേവിയാണ്, അമ്മ പൂജനീയയാണ്, വിഗ്രഹമാണ്, അമ്മയ്ക്ക് വിശപ്പില്ല, അമ്മയ്ക്ക് ലൈംഗികതയില്ല, നമ്മൾ രാവിലെ 5 മണിക്ക് എണീറ്റ് വീട്ടുജോലിയെല്ലാം ചെയ്യും, അമ്മ 5 ഇഡ്ഡലി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തിട്ട് വേണ്ടെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന മാതിരിയുള്ള കവിതകൾ അമ്മ ദിനത്തിൽ എഴുതപ്പെടുന്നതും ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് അല്ലേ? അത് കളവാണ്, ബേസിക്കലി അത് കളവാണ്. കാരണം ഈ പ്രശംസ മുഴുവനും, അതിപ്രശംസ മുഴുവൻ കളവാണ്. എവിടെയൊക്കെ അതിപ്രശംസയും മധുരവാക്കുകളും ഭംഗി വാക്കുകളും കയറി വരുന്നു, അത് എന്തിനെ പറ്റി പറഞ്ഞാലും, അമ്മയെ പറ്റി പറഞ്ഞാലും, കാമുകയെ പറ്റി പറഞ്ഞാലും, ഭാര്യയെ പറ്റി പറഞ്ഞാലും, അച്ഛനെ പറ്റി പറഞ്ഞാലും അത് കളവാണ് എന്ന് നമുക്ക് പിന്നെ ഒന്നും സംശയിക്കാനേ ഇല്ല. ഇതൊന്നുമില്ലാതെ നമുക്കത് പറയാൻ കഴിയണം. അതാണ് ഹൃദയത്തിൽ നിന്നുള്ള ഒരു സത്യം പറയാൻ. സത്യത്തിൻ്റെ അകത്ത് ഇത്തരം നിറം പൂശലുകൾ സത്യത്തിൽ ഇല്ല. നിങ്ങൾക്ക് നമുക്ക് ഭാഷ ഉപയോഗിക്കുന്നവരല്ലേ, ഈ വർണ്ണം പൂശി നമ്മൾ സത്യം പുറത്തിറക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പൊ ഇത് ഈ തരത്തിലുള്ള ഈ അതിശയോക്തികൾ കൊണ്ട് ഒരാളിനെ ഇപ്പം MGയെ പറ്റിയൊക്കെ ഇവിടെ MG മരിക്കുമ്പോഴൊക്കെ MGയെ പറ്റി പോലുള്ള ഒരു മഹാനായ എഴുത്തുകാരനെ പറ്റി നമുക്ക് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോകാൻ തോന്നുന്ന രീതിയിലുള്ള തരത്തിലുള്ള ആക്ഷേപം പോലെ തോന്നിക്കുന്ന പ്രശംസകളാണ് മനുഷ്യനുകൾ കുറഞ്ഞിട്ടത്. അപ്പൊ ഞാൻ അവിടെ ഒരിക്കലും എന്നെ ഞാനാക്കിയ മനുഷ്യനാണ്. ഞാൻ ഓർത്ത് അദ്ദേഹത്തിന് ഈ വിധി വന്നല്ലോ എന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചു പോയി. ഇതെല്ലാം മീഡിയ സൃഷ്ടിക്കുന്ന ഒരു വഴിക്ക് മീഡിയ, മറുവശത്ത് ആരാധന കൊണ്ട് തങ്ങൾ കൂടി ഒരു സാധനം, എൻ്റെ ആരാധന പ്രകടിപ്പിക്കുന്നതിലൂടെ ഞാനും കൂടി ഒരു പ്രകടനം പുറത്തേക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അതുകൊണ്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ആ രീതിയിൽ മലയാളികളുടെ ഒരു വലിയ പ്രോബ്ലമായിരുന്നു. ഒരു ചെറിയ മണ്ണുണ്ണികളെ മഹാവിഗ്രഹങ്ങളാക്കി പൂജിക്കുന്ന പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളെ നമ്മുടെ വലിയ ഈ വിഗ്രഹ നിർമ്മാണവും പൂജയും നമ്മുടെ ഒരു വലിയ പ്രോബ്ലമാണ്. അതിൻ്റെ ഉള്ളിലാണ് നാഗസൈരന്ദ്രദേവനെ പോലെയൊക്കെയുള്ള ആളുകൾ വളരെ അതൊരു തൽക്കാലം ഒരു വിഗ്രഹമൊന്നും ഇല്ലാതെ ഇങ്ങനെ അയാളോടെ ചിരിച്ചു കളിച്ച് അയാളോട് നടക്കുന്നത്, എന്തും പറഞ്ഞ് എന്തും പ്രവർത്തിച്ച് നടക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു സമൂഹത്തിലെ വ്യത്യാസമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒരു പക്ഷേ ഇതൊരു വിപ്ലവത്തിലേക്കൊന്നും നയിക്കില്ല. നമ്മളിതുപോലെ ജോലി തേടി എവിടെയെങ്കിലൊക്കെ പോയി ഒക്കെ ജീവിച്ചൊക്കെ വരും, അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ പിള്ളേരൊക്കെ തന്നെ പോവും, എല്ലാവരും സ്ഥലം വിടും. ഇതൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. പക്ഷെ എങ്കിലും ഒരു വ്യത്യാസം വന്നു കാണില്ല. സർ, ഈയിടയ്ക്ക് ഞാനൊരു പ്രഭാഷണം കേട്ടപ്പോൾ ഒരു നോവലിസ്റ്റ് പറഞ്ഞത് സ്ഥൂല രാഷ്ട്രീയം മാത്രമാണ് ഒരു കൃതിയിൽ ആവശ്യമുള്ളൂ, അതിന് ലാവണ്യ അനുഭൂതി വേണ്ട, അതിന് സാഹിത്യ ഭംഗി വേണ്ട എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. എന്നാൽ തൻ്റെ രചനയിൽ വളരെ സൂക്ഷ്മ രാഷ്ട്രീയം യഥേഷ്ടം ഉപയോഗിച്ചിട്ടുള്ള ആളെന്ന നിലയ്ക്ക് അതേസമയം തന്നെ സാഹിത്യത്തിൻ്റെ സൗന്ദര്യ ബോധം, അതിൻ്റെ എസ്തറ്റിക്സ് ഒരിക്കലും കൈവിടാതെ തന്നെ സൂക്ഷ്മ രാഷ്ട്രീയം എഴുതുന്ന ആളെന്ന നിലയ്ക്ക് സാറ് എഴുതിയ ഒരു വാക്യം, ഇന്ന് ഞാൻ എഴുതാനിരിക്കുമ്പോൾ ഭാഷയുമായുള്ള അഭിമുഖീകരണമാണ് എൻ്റെ ഒന്നാമത്തെ അജണ്ട. അതെനിക്ക് തോന്നുന്നത് ഇവിടെ ഒരുപക്ഷെ ഇവിടെ മുമ്പിലിരിക്കുന്ന പലരും ഒരു ആസ്പയറിംഗ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ കൂടെ ആയിരിക്കും. അപ്പോൾ അവർക്ക് സാറിന് നൽകാനുള്ള ഒരു ഉപദേശം നൽകി. അജിത്ത്, അതൊരു എഴുത്തുകാരന്റെ പ്രോബ്ലം അത്. കാരണം നമ്മൾ എഴുതുക എന്ന് പറയുന്ന പ്രോസസ് അടിസ്ഥാനപരമായിട്ട് ഭാഷയുമായിട്ടുള്ള എൻഗേജ്മെന്റ്.
ഭാഷ, എൻ്റെ അഭിപ്രായത്തിൽ, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, നമ്മൾ എഴുതുകയാണെങ്കിൽ ഭാഷയെ നവീകരിച്ചിരിക്കണം. നമ്മൾ എഴുതിയതുപോലെ വീണ്ടും എഴുതാൻ പാടില്ല. ഒരിക്കലും എഴുതിയതുപോലെ ഒരു കഥ പോലെ മറ്റൊരു കഥ എഴുതാൻ പാടില്ല. ഒരു നോവൽ പോലെ മറ്റൊരു നോവൽ എഴുതാൻ പാടില്ല. ഒരു ശൈലി പോലെ വേറൊരു ശൈലി കൊണ്ടുവരാൻ പാടില്ല. കാരണം ആൻഡ് ഈച്ച് ടൈം നമ്മൾ റീഡിസ്കവർ ചെയ്യുക, ഭാഷയെ നമ്മൾ വീണ്ടും വീണ്ടും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ പരമ്പരാഗത ജീർണതകളിൽ നിന്ന് ഭാഷയെ മോചിപ്പിക്കുക, പുതിയ വാക്കുകൾ കണ്ടെത്തുക, ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ആ രീതിയിൽ എഴുതാനിരിക്കുക എന്ന് പറയുന്നത് ഭാഷയെ നവീകരിക്കുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു വാചകം എഴുതിയുള്ളെങ്കിലും അത് ഞാൻ മുമ്പ് എഴുതിയതുപോലെ ആകരുത്. അതിനകത്ത് എന്തെങ്കിലും ഒരു ഭാഷയ്ക്ക് ഒരു പുതിയൊരു സാധനം അവർ കൊണ്ടുവന്ന് കൊടുക്കണം. 2, അജിത്ത് ഇപ്പം പറഞ്ഞ ഒരു കാര്യം, രാഷ്ട്രീയാവബോധമില്ലാതെ ഒരു വാക്ക് പോലും ഞാൻ എഴുതാറില്ല. എന്ന് വെച്ചുകൊണ്ട് ഞാൻ എഴുതുന്ന മുഴുവൻ രാഷ്ട്രീയമല്ല. വല്ലപ്പോഴുമാണ് രാഷ്ട്രീയം അതിലെ കടന്നു വരുന്നത്. പക്ഷേ ഇന്നത്തെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരനും രാഷ്ട്രീയ ബോധമില്ലാതെ എഴുതാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ വായനക്കാരെ വഞ്ചിക്കുകയാണ്, അവനെ തന്നെ വഞ്ചിക്കുകയാണ്. ആ രാഷ്ട്രീയ ബോധമാണ് ജനാധിപത്യ ബോധം, ആ രാഷ്ട്രീയ ബോധമാണ് മതേതരത്വ ബോധം, ആ രാഷ്ട്രീയ ബോധമാണ് സാധുജന പക്ഷം എന്ന ബോധം. അപ്പം ഇത്തരത്തിൽ ആ രാഷ്ട്രീയമാണ് വർഗീയതയുടെ ഭീകരത മനസ്സിലാക്കുന്ന രാഷ്ട്രീയമാണത്. എങ്ങനെയാണ് ഈ നമ്മൾ ജാതികളും മതങ്ങളും തമ്മിൽ ഒരുതരം വിഷമനസ്സോടെ സമീപിക്കുന്ന ഒരു ശൈലി ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം എന്നുള്ള ബോധം. ഇതില്ലാതെ നിഷ്കളങ്കത കാണിച്ചെഴുതുന്ന ഒരു എഴുത്തുകാരനെയും എനിക്ക് വിശ്വാസമില്ല. ആ നിഷ്കളങ്കതയ്ക്ക് ഒരു അർത്ഥവുമില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ പ്രിയ സദസ്യർ സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. അതിലേക്ക് കടക്കും. ചോദ്യം ചോദിക്കാനുള്ളവർ ദയവായി എണീറ്റ് മയക്ക് തരുന്നതായി. പ്രിയപ്പെട്ട സക്രിയ സാറിൻ്റെ സംഭാഷണം മുഴുവനായിട്ട് കേട്ടു. ഒരർത്ഥത്തിൽ ഇത് കേൾക്കാൻ കൂടിയാണ് നിലമ്പൂരിൽ നിന്ന് ഞാൻ ഇവിടെ രാജ്യത്തിന് എത്തിയത്. വളരെ സന്തോഷം. എനിക്ക് സാഹിത്യത്തെക്കുറിച്ചും കഥകളെക്കുറിച്ചുമൊക്കെ സാറ് വളരെ വിശദമായി സംസാരിച്ചു. എനിക്കതിൽ ഏറ്റവും മനസ്സിൽ കുടുങ്ങിയ ഒരു വിഷമം എന്ന് പറഞ്ഞ ഒരു സത്യം സാറ് പറയുണ്ടായി. ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ അവസ്ഥയ്ക്ക്, അതായത് ഫാസിസ്റ്റ് ചിന്താഗതിയുള്ള ഭരണകൂടത്തിൻ്റെ അവസ്ഥയെ അത്ര പെട്ടെന്നൊന്നും മാറ്റിമറിക്കാൻ കഴിയില്ല. ഇതങ്ങനെ തുടരും എന്നുള്ള രീതി ഒരു ധ്വനി അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുണ്ടായി. അത് വളരെ സത്യമാണ്. ഈ സത്യം അങ്ങനെ അധികമായി തുറന്നു പറയാറില്ല. ഇതിനെ മാറ്റിമറിക്കാം, നമുക്ക് ഒരുമിക്കണം, നമ്മളെ സംവാദങ്ങൾ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ നടക്കാറുള്ളത്. ഈ വോട്ട് ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ തന്നെ നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ പറയുന്നത്, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മൾ ഒരുമിച്ച് പോരാടണം, സംവാദങ്ങൾ നടത്തണം, പാർലമെന്റിൽ കുറച്ച് ശബ്ദമുണ്ടാക്കി പാർലമെന്റിനെ ബഹിഷ്കരിച്ച് സ്തംഭിപ്പിച്ച് ഇങ്ങനെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. സത്യത്തിൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഞാൻ. അവർ കണ്ട വഴിക്ക് അവർ നീങ്ങും, ഈ രാഷ്ട്രീയ പാർട്ടികൾ കണ്ട വഴിക്ക് അവരും നീങ്ങും. കുറേ പ്രതിഷേധങ്ങളും പോരാട്ടങ്ങളും വാർത്താ മീഡിയകളിലൊക്കെ സ്ഥാനം പിടിക്കുമെന്നതിൽ കവിഞ്ഞ് പാർലമെന്റിനെ സ്തംഭിപ്പിച്ചിട്ട് പോലും അവർ ഉദ്ദേശിച്ച ബില്ലുകളും നിയമങ്ങളും ഒക്കെ അപങ്കരം നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് ഇത് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ഒരു സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ആഹ്വാനത്തോടുകൂടി അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ നടന്ന വലിയൊരു മുന്നേറ്റമുണ്ട്. ഇങ്ങനെ ഒരു മുന്നേറ്റത്തിന് ഒരു സാധ്യതയുള്ളൂ ഈ ഫാസിസ്റ്റ് ഭരണത്തെ ഇവിടെ നിന്ന് അവസാനിപ്പിക്കാനുള്ള ഒരു പോംവഴി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഭരണകൂടങ്ങളും നമ്മുടെ എഴുത്തുകാർ പോലും എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നൊരു സംശയമാണ്. ഉത്തരം ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ രാഷ്ട്രീയം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലുണ്ടായ 47-ന് ശേഷം ഇന്ത്യയിലുണ്ടായ രാഷ്ട്രീയം ഒരു 20 കൊല്ലം മുമ്പ് സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു. ആ രാഷ്ട്രീയത്തിൻ്റെ അന്ത്യമാണ് നമ്മളൊരു 15 വർഷം 18 വർഷം മുമ്പ് നമ്മൾ കണ്ടത്. ആ പരാജയത്തിൽ നിന്ന് കാരണം അവർ തന്നെ മറ്റൊരു വിധത്തിൽ സ്വേച്ഛാധിപതികളും ജനാധിപത്യ വിരുദ്ധരുമായിരുന്നു. അവരുടെ ആരുടെയും കൈകൾ ശുദ്ധമല്ല.
അവരുടെ എല്ലാ കൈകളിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ രക്തം, ഈ പറഞ്ഞ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഇന്ത്യ ഇത്രയും കാലം ഭരിച്ചവരുടെ എല്ലാ കൈകളിൽ ജനാധിപത്യത്തിൻ്റെ രക്തമുണ്ട്. അടിയന്തരാവസ്ഥ തന്നെ അതിൻ്റെ ഒരു അടയാളമാണ്. അപ്പം അവർക്ക് മുന്നിട്ട് നിന്ന് ഇവിടെ ഇനി ഒരു കൗണ്ടർ റെവല്യൂഷൻ ഉണ്ടാകുമെന്നൊന്നും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. അതിനുള്ള പ്രാപ്തിയോ അതിനുള്ള ആത്മാർത്ഥതയോ ഇന്ത്യക്കാരോടുള്ള കൂറോ അവർക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ വെള്ളക്കാര് ഈ രാജ്യം ഏൽപ്പിച്ചു കൊടുത്തത് മഹാത്മാ ഗാന്ധിജി സങ്കല്പിച്ച ഗ്രാമസ്വരാജിലേക്കൊന്നുമല്ല ഈ രാഷ്ട്രം പോയത്. ഗാന്ധിജിയെ ഒരുപക്ഷെ മരിച്ചത് എത്ര നന്നായി എന്ന് നമ്മൾ പറയണം. കാരണം ഇതൊന്നും കാണാൻ മാത്രം ജീവിച്ചിരിക്കില്ലായിരുന്നെങ്കിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് കേരളത്തിലും ഒക്കെ കാണുന്ന ഈ രാഷ്ട്രീയ ബഹള മേഖലകളെല്ലാം അവനവന് വേണ്ടിയിട്ടുള്ളതാണ്, നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഞാനെപ്പോഴും ഈ കേരള രാഷ്ട്രീയത്തെ പറ്റി പറയുന്ന ഏക ചോദ്യമില്ല, നിങ്ങളുടെ കൂർ നിങ്ങളോടാണോ മലയാളികളോടാണോ എന്നുള്ളതാണ്. മലയാളികളോട് കൂറുള്ള എത്ര രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലുണ്ട് എന്നുള്ളതിനെ പറ്റി എനിക്ക് ബലമായ സംശയമുണ്ട്. ഇന്ത്യയോട് കൂറുള്ള എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളതിനെ പറ്റി എനിക്ക് ബലമായ സംശയമുണ്ട്. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്കും എനിക്കും ഇവിടെ ഒരു വിപ്ലവം നയിക്കാനൊന്നും നമ്മൾ പറ്റില്ല. നമ്മൾക്ക് ഒരു കടുകുമണിയുടെ വില പോലും ഇല്ല, ഒരു കൊതുകിൻ്റെ വില പോലും നിങ്ങൾക്കും എനിക്കോ ഇല്ല. നമ്മളെ ഇങ്ങനെ ഞെരടിക്കളയാൻ പറ്റും ഒരു സ്റ്റേറ്റിന്, ഒരു ചെറിയ ഭരണകൂടത്തിന്, കേരളം പോലുള്ള ഭരണകൂടത്തിന് നമ്മളെ ഇങ്ങനെ എടുത്തു കളയാൻ പറ്റും. അപ്പോൾ നമ്മളുടേതായിട്ട് ഇതിന് ഈ ജോലി രാഷ്ട്രീയമായി ഇന്ത്യയെ മുന്നോട്ട് നയിക്കുക എന്നുള്ള ജോലി ഭരണഘടനാ പ്രകാരം നൽകിയിരിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തവരാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ. അവരത് അതാണ് അവരുടെ ഉത്തരവാദിത്വം. നമ്മുടെ ഉത്തരവാദിത്വം അവരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതിൽ നമ്മൾ വോട്ട് ചെയ്യുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇതെല്ലാം കളഞ്ഞു കുളിച്ചു. നമുക്ക് റെവല്യൂഷൻ നടത്താനുള്ള ശേഷി നമുക്കില്ല. നിങ്ങൾക്കോ എനിക്കോ വഴിയിലിറങ്ങി നിന്നത് ഇതൊക്കെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ആശ നശിച്ചു എന്ന് പറയുന്നത്. നമ്മൾ ആരെ കുറ്റം പറയുന്നു അവർക്ക് എതിർവശത്ത് നിൽക്കുന്നവരുടെ കാര്യവും പരമദയനീയമാണ് എന്നുള്ളത്. സ്വയം ഒരു ലിബറേഷൻ പ്രഖ്യാപിച്ചു വന്ന് വ്യക്തമാക്കിയത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ പുതിയ മതത്തിൻ്റെയും ഒക്കെ വേദികൾക്ക് പുറത്തു വരാനുള്ള ഒരു പ്രവണത പുതിയ തലമുറയിൽ മുന്നിലേക്ക് വരും. അവരെ വീണ്ടും മതത്തിൻ്റെ ചട്ടക്കൂടിലേക്ക് പിൻവലിപ്പിക്കാനൊരു ശ്രമം ചില മതങ്ങളുടെ ഭാഗത്തുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം മതത്തിൻ്റെ ഭാഗത്താണ്. ഇപ്പോൾ ചെറിയ കുട്ടികൾ, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, നല്ല ചെറിയ കുട്ടികൾ പോലും മതധരിക്കുന്നു. മുമ്പ് കുറേ മുമ്പ് കാണാത്ത രീതിയിൽ മതചിഹ്നങ്ങൾ അവിടെ സ്വീകരിക്കുക, അല്ലെങ്കിൽ അവരെ അത് ഉപയോഗിക്കാൻ നിർബന്ധിക്കപ്പെടുന്നു. അപ്പോൾ പുതിയ സംഭവത്തെ എങ്ങനെയാണ് മതത്തിൻ്റെ മൂല്യങ്ങൾ നിരാകരിക്കുകയും അതിൻ്റെ അനുഷ്ഠാനങ്ങൾ നിർബന്ധപൂർവ്വം പഠിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ പ്രവണതയെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഞാനിതിനെ പഠിച്ചിട്ടില്ല, പക്ഷേ വെറുതെ ഇതെല്ലാം കണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ മലയാള മനോരമയിൽ ഒരു പങ്ക്തി എഴുതുന്നുണ്ട്, പെൻ ഡ്രൈവ് എന്ന് പറഞ്ഞ്. അപ്പോൾ അവസാനം എഴുതിയ പങ്ക്തി ഇതിനെപ്പറ്റി തന്നെയായിരുന്നു. മുസ്ലിം പെൺകുട്ടികളുടെ മുന്നേറ്റം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും സാമൂഹികമായ കാര്യങ്ങളിലും ജോലികളുടെ കാര്യത്തിലും മുസ്ലിം പെൺകുട്ടികളുടെ മുന്നേറ്റം ഒരു വളരെ ശ്രദ്ധേയമായ സാമൂഹിക ചലനമാണ് എന്ന് ഞാനതിൽ എഴുതിയിട്ടുണ്ട്. കാരണം മത്സര പരീക്ഷകൾ എഴുതിയാൽ 10 പേർ ടോപ്പിലുണ്ടെങ്കിൽ 4 പേരെങ്കിലും മുസ്ലിങ്ങളോ മുസ്ലിം പെൺകുട്ടികളോ ആണ്. അപ്പം ഈ തരത്തിൽ താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഒരു കൗണ്ടർ സമ്മർദ്ദം അവരുടെ മേൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്നത്തെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിദേശ സ്കോളർഷിപ്പുകൾ, വളരെ പ്രശസ്തങ്ങളായ വിദേശ സ്കോളർഷിപ്പുകൾ കിട്ടുന്നതിലടക്കം മുസ്ലിം പെൺകുട്ടികൾ വളരെയധികം മുന്നോട്ടാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മനഃപൂർവ്വം അവർ ഏറ്റവും മുന്നിലാണ്. ഞാൻ പറയുന്നത് അങ്ങനത്തെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരിക്കും. അത് ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ എന്ന് മാത്രം ഞാൻ പറയില്ല. അത് ക്രിസ്തുമതത്തിലും ഒക്കെ ഉണ്ട്. ഞാൻ ഒരു ക്രിസ്തുമത നാമമുള്ളവനാണ്. ഇപ്പം ഞാൻ ഏത് മതത്തിൽ നിന്ന് പുറത്തു വന്നോ ആ മതത്തിൻ്റെ കഥ മുഴുവൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറയുന്നത് ഇവർക്കെല്ലാം ഉള്ളിൽ ഈ രോഗമുണ്ട്. പക്ഷേ അതിനെ അതിക്രമിച്ചാണ് ഈ കുട്ടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പേടിക്കാൻ കാര്യമില്ല. ഇവിടെ നിൽക്കില്ല. സൗദി അറേബ്യയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അത് അവിടെ പോയി ഒരു അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നിരിക്കുക.
ഇത് പിടിച്ചു നിർത്താൻ പറ്റില്ല ഒരു തരത്തിലും. അതല്ലെങ്കിൽ ഇറാനിലേക്ക് പോലെ എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ്. അപ്പം ഒരു പ്രത്യേക മതത്തെപ്പറ്റി നമ്മളിവിടെ ചർച്ച ചെയ്യണ്ട. ഞാൻ പറയുന്നത് ഇത് താങ്കൾ പറഞ്ഞത് ഒരു വശത്തുണ്ടെങ്കിൽ അതിനേക്കാളും കൂടി ഒരു ഡിഗ്രി കൂടെ മെച്ചപ്പെട്ട് മറുവശത്ത് പെൺകുട്ടികളുടെ ആകമാനമായ നീക്കം മുന്നോട്ട് വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. തെറ്റോ ശരി? ഈ ഒരു ചോദ്യം കൂടി ആവാം. അത് നമ്മൾ ചായക്കടയിൽ ചെന്നിട്ട് മധുരം കുറച്ച് കടുപ്പം കൂട്ടി എന്ന് പറഞ്ഞതുപോലെ നീളം കുറച്ച് ആഴം കൂട്ടിയാൽ നന്നായിരിക്കും. എൻ്റെ ചോദ്യം ഇതാണ്, ഒരു 30 വർഷം മുമ്പാണ് ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന ഒരു ലേഖനവും അത് സംബന്ധിച്ച ചർച്ചയുണ്ടായിരുന്നു. ഞാൻ വളരെ താല്പര്യപൂർവ്വം അതിലെ ആശയങ്ങളൊക്കെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ കാലം വളരെയധികം മാറി. ഇന്ന് സങ്കല്പിച്ച ഞങ്ങൾ വളരെ ലോകം മാറി. ഇപ്പോൾ ഈ കാലത്തിരുന്നുകൊണ്ട് അതിലെ ആശയങ്ങളെ പറ്റി സാറ് ഇങ്ങനെ കമന്റ് ചെയ്തതെന്ന് അറിയാൻ തോന്നുന്നുണ്ട്. ഈ പറഞ്ഞ ഏതിനെ പറ്റിയാണ്? പൊതുവെ ലേഖനത്തിൽ പങ്കുവയ്ക്കുന്ന ബുദ്ധിജീവി എന്നുള്ള നിർവചനം അത് സംബന്ധിച്ച് കേരളീയ സമൂഹത്തിൽ അങ്ങ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ചർച്ചാ വിഷയങ്ങളെ ഇപ്പോൾ കാലം വളരെയധികം മാറിയല്ലോ. പുതിയൊരു കാലമാണ്. അന്ന് സങ്കല്പിച്ച ഒരു ലോകമല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത്തരം ഈ കാലഘട്ടത്തിലെ അത്തരം ബുദ്ധിജീവി എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ, അല്ലെങ്കിൽ ആ മാറ്റങ്ങളെ കുറിച്ച് ഇപ്പോൾ ആ ആശയങ്ങളെ കുറിച്ച് എങ്ങനെ നോക്കി കാണുന്നു, അതിനെ കമന്റ് ചെയ്യുന്നു? എന്റെ ട്രൈബിനെ പറ്റി തന്നെ ഞാൻ പറയേണ്ടി വരും. അന്ന് ഞാൻ ബുദ്ധിജീവികളെ പ്രയോജനം എന്നുള്ള ലേഖനം എഴുതിയത് എഴുത്തുകാർ വർഗീയതയുടെ പക്ഷത്തേക്ക് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. പല എഴുത്തുകാരും മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സംഭവിച്ചിരിക്കുന്നത് വർഗീയതയുടെ പക്ഷത്തേക്കുള്ള എഴുത്തുകാരുടെ ഒരു കുത്തൊഴുക്കാണ് എന്നുള്ളതാണ്. കലാകാരന്മാരുടെയും എഴുത്തുകാരുടെയും ബുദ്ധിജീവികളുടെയും പലതരം വർഗീയതകളിലേക്കുള്ള ഒഴുകിപ്പോക്കാണ്. അതൊരു പ്രവാഹമായി മാറി. ഞാൻ ആ ലേഖനം എഴുതിയ കാലത്ത് അത് 4-5 പേര് ഒക്കെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ വലിയ ആളുകളൊക്കെ ആ വഴിയെ പൊക്കോണ്ടിരിക്കുക. അതാണ് ഇന്നുണ്ടായിരിക്കുന്ന മാറ്റം. താങ്ക് യു സക്കറിയ സാർ. ഇവിടെ സക്കറിയ സാറിനെ കേട്ടിരുന്ന എല്ലാ പ്രിയ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ ചോദ്യങ്ങൾക്ക് സരസമായും വിജ്ഞാനപ്രദമായ ഉത്തരം പറഞ്ഞ സക്കറിയ സാറിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി